ക്ലാസ്സിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. യോഗ എന്താണ് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഒരു ആമുഖം തന്നിരുന്നു. എന്താണ് യോഗ, എന്തിനാണ് യോഗ, എങ്ങനെയാണ് അത് പരിശീലിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഒന്നാമത്തെ യോഗാവബോധിനി കോഴ്സിന്റെ ഒന്നാമത്തെ സൈദ്ധാന്തിക ക്ലാസ്സിൽ, തിയറി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. നമ്മളുടെ ഈ കോഴ്സിൽ രണ്ട് രീതിയിലുള്ള പഠനങ്ങളുണ്ട്. ഒന്ന് സൈദ്ധാന്തിക ക്ലാസ്സുകളും, രണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സുകളും. സൈദ്ധാന്തിക ക്ലാസ് എന്ന് പറഞ്ഞാൽ തിയറി ക്ലാസ് എന്ന് നമ്മൾ ആംഗലേയ ഭാഷയിൽ പറയും. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ യോഗയുടെ പരിശീലന ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ തരിക. ഈ യോഗ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് എന്താണെന്നും എന്താണ് അതിന്റെ ഗുണങ്ങളെന്നും ഏത് രീതിയിലാണ് അത് പരിശീലിക്കേണ്ടതെന്നും അതെങ്ങനെയാണ് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ബോധതലത്തെയും ആത്മതലത്തെയും സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൈകാൽ പൊക്കുന്നു, കാല് പൊക്കുന്നു, കൈ പൊക്കുന്നു, തിരിയുന്നു, മറിയുന്നു, അങ്ങനെയല്ല. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, എന്താണ് ഞാനിത് ചെയ്താലുള്ള ഗുണം, എന്താണ് ഇതിന്റെ ശാസ്ത്രീയത എന്നുകൂടി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതാണ് ഒരു സമഗ്രമായ പഠനം എന്ന് പറയുന്നത്. ഏതൊരു വിഷയത്തെയും സമഗ്രമായി പഠിക്കുക എന്നുള്ളതാണ് യോഗശാസ്ത്രം പറയുന്നത്. സമഗ്രമായി പഠിക്കുക എന്ന് വെച്ചാൽ അതിന്റെ ചുറ്റും, അതിന്റെ 4 വശങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോഗ എന്താണ് എന്നും യോഗ എന്തിനാണ് എന്നതിനെയും കുറിച്ച് നമ്മൾ അതിന്റെ ആമുഖ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതൊന്ന് ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് വളരെ പൗരാണികമായ ഒരു പരിശീലന സമ്പ്രദായമാണ്. ഭാരതത്തിൽ ഉത്ഭവിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് ജാതി, ഇന്ന മതം, ഇന്ന വർഗക്കാരൻ, ഇന്ന രാഷ്ട്രക്കാരൻ, സ്ത്രീ, പുരുഷൻ, അങ്ങനെയുള്ള യാതൊരു ഭേദചിന്തകളും ഇതിൻ്റെ അകത്തില്ല. മനുഷ്യരായി പിറന്ന ഏതൊരാൾക്കും യോഗ പ്രാക്ടീസ് ചെയ്യാം. എന്താണ് യോഗ ചെയ്താലുള്ള ഗുണം എന്ന് നമ്മൾ പറഞ്ഞു. മനുഷ്യൻ എന്ന് പറയുന്നത് 4 ഘടകങ്ങൾ ചേർന്നതാണെന്ന് യോഗ പറയുന്നു. ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്. അപ്പൊ ശാരീരികമായ വികാസം, മാനസികമായ ആരോഗ്യം, ബൗദ്ധികമായ ഉണർവ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവിക ശക്തിയെ, ആത്മശക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൂർണ്ണമായ ഒരു വ്യക്തിത്വ വികാസം യോഗയിലൂടെ നമുക്ക് ആർജിക്കാൻ കഴിയും. നമ്മൾ നേരിടുന്ന പാരമ്പര്യ രോഗങ്ങൾ, ജനറ്റിക്കലി ജീനിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന, നമ്മളിപ്പോൾ നേരിടുന്ന ശാരീരിക മാനസിക തരത്തിലുള്ള വിവിധ രോഗങ്ങള് ഒരു കാരണം പാരമ്പര്യമാണ്. അച്ഛന്റെയും അമ്മയുടെയും ജീനിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതുണ്ട്. 2 ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഈ ജീവിതത്തില് നമ്മൾ അടുക്കും ചിട്ടയും നിഷ്ഠയും ആസൂത്രണവും ഇല്ലാതെ ജീവിക്കുന്നത് കൊണ്ട് ആഹാര രീതിയിൽ വരുന്ന പ്രശ്നങ്ങള്, വ്യായാമ രാഹിത്യം, അമിതമായി ഉണ്ടാകുന്ന ടെൻഷൻ, ഇതൊക്കെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നു. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഇതിനെയൊക്കെ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുക. ഇപ്പം ശാസ്ത്രത്തില് സൈക്കോസോമാറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ആഹാരത്തിലും വ്യായാമരാഹിത്യവും കൊണ്ട് മാത്രമല്ല, നമ്മളുടെ മനസ്സിന്റെ അമിതമായ ടെൻഷൻ കൊണ്ട്, നാടൻ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ ആധി കൂടി വ്യാധിയാവുക എന്ന് പറയും. മനസ്സിന്റെ സമ്മർദ്ദങ്ങൾ, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, നമ്മൾ പൊതുവെ ഇതിനെ ടെൻഷൻ എന്ന് പറയും. ടെൻഷൻ കൂടി എന്താകുക, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുക. അവയെ സൈക്കോസോമാറ്റിക് ഡിസീസസ്, സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആമുഖ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗ എന്ന വാക്കുണ്ടായത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്ന് ചേർക്കുക, ലയിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. യോഗയുടെ ഏറ്റവും ടോപ്പ് തലത്തിലെ അർത്ഥം എന്ന് പറയുന്നത് സംയോഗോ യോഗ യുക്തിക്തോ ജീവാത്മാ പരമാത്മനോ. മനുഷ്യരെ ജീവാത്മാക്കൾ എന്ന് പറയും, പ്രപഞ്ച ചൈതന്യത്തെ, ഈശ്വരനെ, അതിനെ നമ്മൾ പല പേരിട്ട് വിളിക്കും. ഓരോ മതവിശ്വാസത്തിലുള്ളവരും ഓരോ പേരുകൾ ഇട്ടിട്ടാണ് വിളിക്കുക, അല്ലെ? ദൈവം എന്നും ഈശ്വരൻ എന്നും ഒക്കെ നമ്മൾ പറയുന്ന ഒരു സുപ്രീം ആയിരിക്കുന്ന ഒരു പവർ ഈ ലോകത്തുണ്ട്. അതിന്ന് ആധുനിക സയൻസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം വെറുതെ യാന്ത്രികമായി നടക്കുന്നതല്ല, മറിച്ച് ഇതിനെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന, ഇതിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ഒരു ഡിവൈൻ പവർ, ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, ഒരു സ്വയം ബോധമുള്ളതാണ് ഈ പ്രപഞ്ചം എന്ന് ഇന്നത്തെ അത്യന്താധുനിക ശാസ്ത്രകാരന്മാർ പോലും
സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ പണ്ടേ നമ്മളുടെ ഭാരതത്തിലെ യോഗശാസ്ത്രത്തില്, തന്ത്രശാസ്ത്രത്തില് അതിനെ ഈശ്വരനെന്നും ദേവതകളെന്നും ഒക്കെ പേരിൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്താകട്ടെ, എന്തായാലും അതൊരു എനർജിയാണ്, ഒരു ബോധമാണെന്ന് ശാസ്ത്രം എന്ന് പറയുന്നു. ആ എനർജിയെ, ആ ബോധത്തെ, ആ ശക്തിയെ, ആ ചൈതന്യത്തെ ഭാരതീയ ഋഷിവര്യന്മാർ പല പേരുകളിൽ, അല്ലെ, പല ദൈവങ്ങളുടെ പേരുകളിൽ നമ്മൾ വിളിച്ചു. അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ ധരിക്കുന്ന, ഈശ്വരനെ മുഴുവൻ ധരിക്കുന്ന ഈശ്വരൻ എന്നൊരു മഹാശക്തിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതാണ് യോഗ. ജീവാത്മാക്കളായ നമ്മളെ, മനുഷ്യരെ പരമാത്മാവുമായി ലയിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. സംയോഗോ യോഗ യുക്തിത്വോ ജീവാത്മാ പരമാത്മനോ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ യോഗ പഠിക്കുമ്പോൾ ഈ സൈദ്ധാന്തിക തലങ്ങളെ കൂടിയൊന്നും മനസ്സിലാക്കണം. നമ്മള് യോഗാസനവും യോഗ വ്യായാമവും പ്രാണായാമവും മാത്രം ചെയ്താൽ പോരാ. യോഗയ്ക്ക് ഇങ്ങനെ ഒരു വശം കൂടിയുണ്ട്. നമ്മളുടെ ജീവിതത്തിന്റെ സമഗ്രമായ തലങ്ങളെ സ്പർശിക്കുന്ന, സർവതല സ്പർശിയായിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത്. അത് ആകാശം പോലെ വിസ്തൃതമാണ്, സമുദ്രം പോലെ അഗാധമാണ്. അത്രയും അധികം നോളജ് ഉള്ള ഒരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത്. അത്രയധികം അറിവുകളുടെ ഒരു ഭണ്ഡാരമാണ്, ഒരു നിധിയാണ്, ഒരു ട്രഷറാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ യോഗശാസ്ത്രം ഹഠയോഗ വിദ്യകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുക. ഒരുപാട് യോഗ പരിശീലനങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് രാജയോഗം, കർമ്മയോഗം, അല്ലെ, ജ്ഞാനയോഗം, ഭക്തിയോഗം, നമ്മൾ ഈ പഠിക്കുന്ന ഹഠയോഗം, പാദംജലയോഗം, ലയയോഗം, നാദയോഗം, മന്ത്രയോഗം, യന്ത്രയോഗം, തന്ത്രയോഗം, കുണ്ഡലിനി യോഗം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗ ശാസ്ത്രങ്ങൾ, വിദ്യകൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. ഇതെല്ലാം യോഗമാണ്. നമ്മളെ ആ ഒരു സുപ്രീം പവറുമായിട്ട് ഒന്നു ചേർക്കുന്ന വിദ്യയാണ് യോഗ എന്ന് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല, ആത്മീയമായ പുരോഗതി മാത്രമല്ല യോഗ പഠിച്ചാൽ ഉണ്ടാകുക. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവുണ്ടെന്നുള്ളതാണ് യോഗയുടെ വീക്ഷണം. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ബൗദ്ധികമായിട്ടുള്ള വിഷയങ്ങൾ, നമ്മുടെ ഉള്ളിൽ അനന്തകോടി പ്രഭയോടെ കുടികൊള്ളുന്ന ആ മഹാചൈതന്യത്തെ അറിയാത്തത് കൊണ്ട്, അജ്ഞത കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയും. ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവ ദുഃഖങ്ങൾ എന്നൊക്കെ യോഗയിൽ വിശദീകരിക്കും. അതിനെ പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ യോഗാവബോധിനിയുടെ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതിനൊരു പ്രാക്ടീസ് ഉണ്ട്, അതേപോലെ അതിന്റെ തിയറിയും ഉണ്ട്. ഇതിന്റെ തിയറിയാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. യോഗ വ്യായാമ വിഭാഗത്തിലെ അടിസ്ഥാന പരിശീലനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുക. ആദ്യ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, യോഗയെ നമ്മൾ വലിയൊരു മരമായിട്ട്, ഒരു വൃക്ഷമായിട്ട് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഒരു വൃക്ഷത്തിന് അനേകം ശാഖകളുണ്ടല്ലോ, ഒരുപാട് ശാഖകൾ ഒരു വൃക്ഷത്തിനുണ്ട്. അപ്പൊ നമ്മളൊരു ആൽമരം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കൊമ്പുകൾ, ആൽമരത്തിന്റെ കൊമ്പുകൾ, ശാഖകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ യോഗശാസ്ത്രത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഉപശാഖകളുണ്ട്. ഞാൻ പറഞ്ഞ അതിന്റെ പിരിവുകൾ: നാദയോഗം, ലയയോഗം, ജപയോഗം, തന്ത്രയോഗം, മന്ത്രയോഗം, ക്രിയായോഗം, കുണ്ഡലിനി യോഗം എന്നൊക്കെ വിവിധ യോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ നമ്മൾ ഈ ഹഠയോഗ പ്രാക്ടീസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാതഞ്ജല വിദ്യകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിലും അനേക മെത്തേഡുകളെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ അതിൽ അനേക ബ്രാഞ്ചുകളിൽ യോഗ വ്യായാമങ്ങൾ ഒരു ശാഖയാണ്. യോഗ വ്യായാമങ്ങൾ, ശിഥിലീകരണ വ്യായാമങ്ങൾ, സർവാംഗ വ്യായാമിക യോഗം എന്നൊക്കെ പറയുന്ന അടിസ്ഥാന പരിശീലനങ്ങൾ യോഗയിലുണ്ട്. അടിസ്ഥാന പരിശീലനം ഇത് ചെയ്തിട്ടേ നമ്മൾ യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യാവൂ. യോഗ വ്യായാമങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കൈകൾ, അല്ലെ, നമ്മളുടെ കാലുകൾ, നമ്മളുടെ നട്ടെല്ല്, നമ്മളുടെ കഴുത്ത്, നമ്മുടെ കണ്ണുകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ യോഗ ചെയ്യുക. ശരീരവും ദൃഷ്ടിയും ശ്വാസവും മനസ്സും ഏകോപിപ്പിക്കപ്പെടുന്ന ക്രിയയാണ് യോഗ എന്ന് പറയും. ഇത് യോഗയുടെ അടിസ്ഥാനമായ വിവരങ്ങളാണ്. ഒരു യോഗാസനമാകട്ടെ, ഒരു പ്രാണായാമമാകട്ടെ, യോഗയിൽ ഏത് വിദ്യയുമാകട്ടെ, ഈ 4 കാര്യങ്ങൾക്ക് ലയനം ഉണ്ടെങ്കിലേ ആ വിദ്യ കറക്റ്റ് ആകും. നിങ്ങളുടെ ശരീരം ലയിക്കണം, നിങ്ങളുടെ മനസ്സ് ലയിക്കണം, നിങ്ങളുടെ ശ്വാസം ലയിക്കണം, നിങ്ങളുടെ ദൃഷ്ടി അതിലേക്ക് ലയിക്കണം. ശരീരം, ദൃഷ്ടി, ശ്വാസം, മനസ്സ് എന്നാണ് യോഗിമാർ അതിനെപ്പറ്റി പറയാം. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ യോഗ എന്ന് പറഞ്ഞ വലിയൊരു വൃക്ഷമാണെന്ന് സങ്കല്പിക്കുക. അതിൽ യോഗ വ്യായാമങ്ങൾ ഒരു ടെക്നിക്കാണ്, ഒരു ശാഖയാണ്. പിന്നീട് യോഗാസന പരിശീലനങ്ങളുണ്ട്, പ്രാണായാമങ്ങളുണ്ട്, മന്ത്ര ജപ ധ്യാന പരിശീലനങ്ങളുണ്ട്, ഷക്രിയ പരിശീലനങ്ങളുണ്ട്, യോഗ ബന്ധങ്ങളുണ്ട്, യോഗ മുദ്രകളുണ്ട്, സൂക്ഷ്മയോഗ പരിശീലനങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജയോഗ, ക്രിയായോഗ, കുണ്ഡലിനി യോഗ, വ്യത്യസ്തമായിട്ടുള്ള വിദ്യകളുണ്ടെന്ന് അറിയുക. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാന വിദ്യയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന യോഗ വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
യോഗശാസ്ത്രത്തിലെ അടിസ്ഥാന വിദ്യയായിരിക്കുന്ന യോഗ വ്യായാമങ്ങൾ, അതിന് മറ്റു 2 പേരുകൾ കൂടി പറയും. ശിഥിലീകരണ വ്യായാമങ്ങൾ അല്ലെങ്കിൽ സർവാംഗ വ്യായാമിക് യോഗ് എന്ന് പറയും. അപ്പോൾ വ്യായാമം എന്താണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ജീവിതത്തിൽ വ്യായാമം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് നമുക്കറിയാം. നമ്മളുടെ മനുഷ്യ ശരീരം ആരോഗ്യപൂർവ്വം നിലനിൽക്കണമെങ്കിൽ ചില നിയമങ്ങൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. നിയമങ്ങൾ എന്തിനു വേണ്ടിയാ? നമ്മൾ ഒരു ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ലൈഫ്, പ്രശ്നങ്ങളില്ലാത്ത ഒരു ലൈഫിന് വേണ്ടിയാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കുക. അപ്പൊ നമ്മൾ റോട്ടിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട് അല്ലെ. നമ്മള് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് അവിടെയും തിയറി തരും, സൈദ്ധാന്തിക ക്ലാസ് തരും. നിങ്ങൾ എങ്ങനെ ഓടിക്കണം, റോഡിന്റെ ഏത് സൈഡിൽ കൂടി ഓടിക്കണം, ഏത് സൈഡിൽ കൂടി ഓടിച്ചുകൂടാ, വണ്ടി നിർത്തുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ എന്തൊക്കെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ തിയറിയും പഠിക്കും. പിന്നെ വണ്ടി ഓടിച്ച് എച്ചെടുത്ത് പിന്നെ റോട്ടിലൊക്കെ ഓടിച്ചിട്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടുക അല്ലെ. അപ്പൊ ആ തിയറിക്ക് സൈദ്ധാന്തിക ക്ലാസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യോഗ വ്യായാമങ്ങളിലെ പ്രാക്ടീസ് നൽകുന്നതിനൊപ്പം തന്നെ അതിന്റെ ഒരു തിയറി കൂടി നമ്മൾ ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ യോഗ അല്ലെങ്കിൽ യോഗ വ്യായാമങ്ങൾ എന്ന് വിളിക്കുന്ന ഈ ഒരു പരിശീലനം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മനുഷ്യ ജീവിതം ആരോഗ്യപൂർണ്ണമാക്കണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ശരിയായ ആഹാരം നമ്മൾ കഴിക്കണം അല്ലെ. ശരിയായ ആഹാരം. അപ്പൊ എല്ലാവരും ചോദിക്കും, ഞാൻ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, ശരിയായ ആഹാരമാണോ കഴിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ചോദ്യം. നമ്മൾ നേരിടുന്ന ശാരീരിക രോഗങ്ങളുടെ ഒരു 60% പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും, നമ്മൾ കുടിക്കുന്ന ജലത്തിൽ നിന്നും, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്നും, നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അല്ലെ. ആഹാരത്തിൽ നിന്നാണ്, അന്നത്തിൽ നിന്നാണ് നമ്മളുടെ ഈ ശരീരം രൂപപ്പെട്ടതെന്ന് നമുക്കറിയാം. ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ശരീരത്തിന്റെ കലകള് ആരോഗ്യപൂർണമായിട്ട് നിലനിൽക്കുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളെ ശരീരം സ്വീകരിച്ചിട്ട് അതിനെയാണ് ഈ ശരീരത്തിലെ ധാതുക്കളാക്കി, രക്തമാക്കി, മാംസമാക്കി, ശുക്ലമാക്കി എല്ലാം മാറ്റുന്നത് ഈ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന പോഷകാംശങ്ങളെയാണെന്നറിയാം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായി കൊടുക്കുന്ന ഈ ഒരു ആഹാരം എങ്ങനെയായിരിക്കണം? നമുക്ക് നല്ല റിസൾട്ട് തരുന്നതായിരിക്കണം. അതായത് പറയുന്നത് പോഷക സമൃദ്ധവും മിതവും ഹിതവും ആയ ആഹാരം നമ്മൾ കഴിക്കണം എന്നാണ് പറയുക. എന്താണ്? പോഷക സമൃദ്ധമായ, മിതമായ, ഹിതമായ ആഹാരം നമ്മൾ കഴിക്കണം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തുണ്ടാകണം? പോഷകങ്ങൾ ഉണ്ടാകണം. ആ പോഷകങ്ങളാണ് ശരീരം സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ എന്താണ് കഴിക്കുന്നത്, എന്തിനാണ് കഴിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ശാരീരിക സ്ഥിതി, നമ്മളുടെ പ്രായം, നമ്മളുടെ രോഗാവസ്ഥ, ഇതൊക്കെ അനുസരിച്ച് യോഗ ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആഹാര കാര്യത്തിലും ഈ ഒരു സെലക്ഷൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ചിലർക്ക് ചില ആഹാരം കഴിച്ചാൽ അവരുടെ ശരീരം അതുമായിട്ട് യോജിക്കില്ല അല്ലെ. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു ആഹാരം കഴിക്കാനായിട്ട് വളരെ ഇഷ്ടമുള്ളവരുണ്ട്. കപ്പക്കിഴങ്ങ് എന്ന് നമ്മൾ പറയും. ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന ഒന്നാണ് അല്ലെ. ഭൂമിയിൽ പലതരത്തിലുള്ള, നമ്മൾ അതിനെ പറ്റി പഠിക്കും. പച്ചക്കറികൾ തന്നെ പലതരത്തിലുണ്ട്. ഭൂമിയുടെ അടിയിലുണ്ടാകുന്ന, മണ്ണിനടിയിലുണ്ടാകുന്ന പച്ചക്കറികളുണ്ട്. ചേന, ചേമ്പ്, കപ്പ, ഇതൊക്കെ ഇതിന്റെ താഴെ ഉണ്ടാകുന്നതാണ് അല്ലെ. ഭൂമിയുടെ മുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറികളുണ്ട്. കോവയ്ക്ക, വാഴപ്പഴം, ഇതൊക്കെ മുകളിൽ ഉണ്ടാകുന്നത്. അതിന് പല രീതിയിൽ തിരിക്കാറുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഇതൊക്കെ ഓരോ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിത്യവും കഴിക്കുന്ന ആഹാരത്തിൽ പോഷക സമൃദ്ധമായ ആഹാര കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. മിതമായിരിക്കണം, ഹിതമായിരിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ഒരു ദിവസം 3 നേരമാണ് മിനിമം ആഹാരം കഴിക്കുക അല്ലെ. മിനിമം ഉള്ള ആഹാര രീതി എന്ന് പറയുന്നത്, അപ്പൊ മലയാളികളുടെയൊക്കെ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് ചിലപ്പോൾ ഇഡലി ആയിരിക്കും, പുട്ടായിരിക്കും, പിന്നെ അങ്ങനെയുള്ള സംഗതികളൊക്കെ ആയിരിക്കും. ഉച്ചയ്ക്ക് നമ്മളൊരു 12 മണി, 12:30, 1:30, 2 മണിക്കുള്ളിൽ നമ്മൾ ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായി നല്ല ചോറും ഒരുപാട് കറികളും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ആഹാരം കഴിക്കും. പൊതുവെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു ചായയും ഒരു സ്നാക്സും ഒക്കെ കഴിക്കുന്ന ഒരു ശീലവും മലയാളിക്കുണ്ട്, പൊതുവെ ഉണ്ട്. രാത്രി ആകുമ്പോൾ നമ്മൾ രാത്രി ഭക്ഷണങ്ങളാണ് പൊതുവെ കഴിക്കാറുള്ളത്.
ഇതാണ് നമ്മളുടെ രീതി എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഹെവി ആയിട്ട് കഴിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ രീതിയിലുള്ള കഴിക്കുമ്പോൾ രാവിലത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രിയിലെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഈ ഭക്ഷണമാണ് നമ്മളുടെ ശരീരത്തിന് ഒരു ദിവസം പ്രവർത്തിക്കാൻ ആവശ്യമായിരിക്കുന്ന ഊർജം നൽകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന കലോറി, അതിൽ നിന്ന് അന്നജം നമുക്ക് കിട്ടാറുണ്ട്, മാംസ്യം നമുക്ക് കിട്ടാറുണ്ട്, പല ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിൽ നിന്നാണ് ശരീരം പോഷകങ്ങളെ സ്വീകരിച്ച് ധാതുക്കളാക്കി ശരീര കോശങ്ങൾക്ക്, ശരീരത്തിന്റെ എല്ലുകൾക്ക്, പല്ലുകൾക്ക്, നമ്മളുടെ മുഴുവൻ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജത്തെ സ്വീകരിക്കുന്നത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. അപ്പൊ ആ കൊടുക്കുന്ന ആഹാരം, അതാണ് ആദ്യം പറഞ്ഞത്, ഇൻപുട്ടായി കൊടുക്കുന്നത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് രൂപപ്പെടുന്ന ശരീരത്തിന് ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെന്ന് പറയും. അപ്പൊ പോഷക സമൃദ്ധമായിരിക്കുന്ന ആഹാരം വേണം. പോഷക സമൃദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ആഹാരത്തില് പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ആഹാര രീതി ഡെയിലി നമ്മൾ സ്വീകരിക്കണം. ഒരുപാട് കഴിക്കണം എന്നല്ല, അതാണ് മിതമായിരിക്കണം. പോഷക സമൃദ്ധമായിരിക്കണം, മിതമായിരിക്കണം. വാരി വലിച്ച് വയർഭും എന്ന് വരെ വീർക്കുന്നത് വരെ ആഹാരം കഴിക്കരുത്. കുറച്ചു ഭാഗം ഒഴിച്ചിടണം എന്നാണ് പറയുക. കുറച്ചു ഭാഗം ആഹാരം, കുറച്ചു ഭാഗം വെള്ളം, കുറച്ചു ഭാഗം വായു എന്ന് നമ്മൾ പറയും. ചിലർ കഴിച്ച് ഇവിടം വരെയും കഴിക്കും. അങ്ങനെ കഴിക്കരുത്. നമ്മൾ കുറച്ചു ഭാഗം ഒഴിച്ചിട്ട് വേണം കഴിക്കാനെന്ന് പറയാം. അപ്പൊ പോഷക സമൃദ്ധമായ ആഹാരം വേണം. നമ്മളുടെ ആഹാരത്തില് അല്ലെ അന്നജമുണ്ട് എന്ന് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുണ്ട്. അതേപോലെ പ്രോട്ടീൻ, മാംസ്യം, മറ്റു ധാതു ഘടകങ്ങൾ, ധാതു ലവണങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് ആഹാരം. ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടുക? നമ്മൾ കഴിക്കുന്ന ഇലക്കറികൾ, ഇലക്കറികള്, പച്ചക്കറികള്, കിഴങ്ങ് വർഗ്ഗങ്ങള്, സസ്യാഹാരമാണെങ്കിൽ അല്ലെ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടുക. ഇനി മാംസാഹാരികളുണ്ട്. പൊതുവെ യോഗ പഠിക്കാൻ വരുന്നവർക്കുള്ള ഒരു സംശയം, ഈ യോഗ പഠിക്കുന്ന ഞങ്ങൾ സസ്യാഹാരം പിന്തുടരണമോ എന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട്. യോഗ ചെയ്യണമെങ്കിൽ, യോഗ വ്യായാമങ്ങൾ ചെയ്യണമെങ്കിൽ, യോഗാസനങ്ങൾ ചെയ്യണമെങ്കിൽ, പ്രാണായാമം ചെയ്യണമെങ്കിൽ, ധ്യാനം ചെയ്യണമെങ്കിൽ ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആയാൽ മാത്രമേ യോഗ പഠിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ യോഗയിൽ നിങ്ങൾ പൂർണ്ണ സസ്യാഹാരിയായിട്ട് മാത്രമേ യോഗ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പൊതുവെ മനുഷ്യൻ 3 തരത്തിലുള്ള ഭക്ഷണ രീതികൾ പിന്തുടരാറുണ്ട് അല്ലെ. അതിൽ ഒന്ന് സസ്യാഹാരികളുണ്ട്, അതായത് പ്യുവർ വെജിറ്റേറിയൻസ് ഉണ്ട്, പൂർണ്ണമായും സസ്യാഹാരങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മാംസാഹാരം മാത്രം താല്പര്യമുള്ള ആൾക്കാരെയും നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. മറ്റൊരു വിഭാഗമാണ് മിശ്രാഹാരം എന്ന് പറയും. സസ്യാഹാരവും കഴിക്കും, മാംസാഹാരവും കഴിക്കും. അപ്പൊ സസ്യാഹാരികളുണ്ട്, മാംസാഹാരികളുണ്ട്, സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന മിശ്രാഹാരികൾ ലോകത്തുണ്ട്. യോഗ ചെയ്യുന്നതിന് നിങ്ങൾ സസ്യാഹാരത്തിൽ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് മാംസാഹാരി ആണെങ്കിലും മിശ്രാഹാരി ആണെങ്കിലും നിങ്ങൾക്ക് യോഗ ചെയ്യാം. മാംസാഹാരി ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് യോഗ ചെയ്യണം എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുക. യോഗ ചെയ്യുമ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആകണമെന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. യോഗ പറയുന്ന നിയമം ഇതാണ്: നിങ്ങൾ കഴിക്കുന്ന ആഹാരം പോഷക സമൃദ്ധമായിരിക്കണം, മിതമായിരിക്കണം, ഹിതകരമായിരിക്കണം. ഞാൻ അതാണ് പറഞ്ഞത്. കപ്പയുടെ ഉദാഹരണം പറഞ്ഞത്, ചിലർ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദഹന പ്രക്രിയ ആരംഭിക്കുമ്പോഴേക്കും ഗ്യാസ് ഉണ്ടാകും അല്ലെ. ഗ്യാസ് ഉണ്ടായി ഏമ്പക്കം വിടുന്നു, മേൽശ്വാസവും കീഴ്ശ്വാസവും ഒക്കെ പോകുന്ന വല്ലാത്തൊരവസ്ഥ ചിലർക്ക് ഉണ്ടാകും. അപ്പൊ കപ്പ അവരെ സംബന്ധിച്ചിടത്തോളം അത് യോജിച്ചതല്ല. അപ്പൊ ചിലർക്ക് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ, മുട്ടയിൽ തന്നെ കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഈ തലയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാകുന്നത് പോലെ കരപ്പൻ പോലെ ഉണ്ടാകുക, വായില് ഇങ്ങനെ ചില ചെറിയ കുരുക്കൾ വന്നിങ്ങനെ പൊട്ടുന്ന ചില അലർജികളുണ്ട്. ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന അലർജികളാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, പോഷക സമൃദ്ധമെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങൾക്ക് ഹിതകരമായിരിക്കണം. നിങ്ങളുടെ സിസ്റ്റത്തിന് യോജിച്ച ആഹാര രീതി വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. നിങ്ങളുടെ പ്രായത്തിന് അനുസൃതമായ ആഹാര രീതി വേണം തിരഞ്ഞെടുക്കാൻ. നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളുടെ ആമാശയത്തിന്റെ പ്രവർത്തനങ്ങൾ പൊതുവെ മന്ദീഭവിക്കും. അപ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള, ദഹിക്കാൻ പ്രയാസമുള്ള ഫുഡുകളെ ഇട്ട് കൊടുക്കരുത്. ഇപ്പൊ നമ്മളൊരു രാവിലെ ഒരു 10 പൊറോട്ട, ഉച്ചയ്ക്ക് ഒരു 10 പൊറോട്ട, വൈകിട്ട് ഒരു മൈദ കൊണ്ടുള്ള 10 പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ശരീരത്തിന് സ്വീകരിക്കാൻ അതിലൊന്നുമില്ല അല്ലെ. പൊറോട്ടയിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും പോഷകങ്ങളൊന്നും സ്വീകരിക്കാനില്ല. മറിച്ച് നമ്മളൊരു പയറോ കടലയോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു ആഹാര രീതിയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ശരീരത്തിന് സ്വീകരിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, ഏത് പ്രായത്തിൽ കഴിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ,
നമ്മൾക്കുണ്ടാകുന്ന പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആഹാര രീതിയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പോഷകമില്ലാത്ത പൊറോട്ട മാത്രം നമ്മൾ കഴിച്ചത് കൊണ്ട് കാര്യമില്ല. എന്നും ചോറും പയറും മാത്രം കഴിച്ചിട്ടും കാര്യമില്ല. ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും, മുന്നേ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഒരു പോഷക സമൃദ്ധമായ സമ്മിശ്രമായ രീതിയിലുള്ള ഒരു ആഹാരം നമുക്ക് വേണം. അതില് ഇലക്കറികൾ ഉണ്ടാകണം, പച്ചക്കറികൾ ഉണ്ടാകണം, പയറുവർഗ്ഗങ്ങൾ ഉണ്ടാകണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാകണം, കാർബോഹൈഡ്രേറ്റിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണം, മാംസ്യവും അന്നജവും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും മാംസാഹാരം മാത്രം കഴിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് സസ്യാഹാരം കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഓക്കെ, മാംസാഹാരം കഴിക്കുമ്പോഴും സസ്യാഹാരം, സസ്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇലക്കറികളും പച്ചക്കറികളും കൂടി ഉണ്ടാകണം. ഇനി പ്യുവർ സസ്യാഹാരികൾക്കും ഇടയ്ക്ക് ചെറിയ പോഷകത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതാണ് അവരതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ട് ആ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ആഹാരത്തെ പറ്റിയുള്ള യോഗയുടെ വീക്ഷണം ഇതാണ്. പോഷക സമൃദ്ധവും മിതവും, വാരി വലിച്ച് കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുക, മുഴുവൻ വയറ് നിറയ്ക്കാതിരിക്കുക, കുറച്ച് ഭാഗം ഒഴിച്ചിടുക. പിന്നെ ഈ ആഹാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം പലരും ചോദിക്കാറുള്ളത് വെള്ളമാണ്. വെള്ളം എപ്പോ കുടിക്കണം? ചിലർ പറയും ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്, ആഹാരത്തിന് മുമ്പ് കുടിക്കാൻ പാടില്ല, ആഹാരത്തിന് ശേഷം കുടിക്കാൻ പാടില്ല. ഇത് ചിലര് ആഹാരം കഴിക്കുമ്പോൾ ഇത് തൊണ്ടയിൽ ഇറങ്ങണ്ടേ, അപ്പൊ എങ്ങനെ വെള്ളം കുടിക്കും? വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. നമ്മൾ ഖരാഹാരം പോലെ തന്നെ ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആപ്പിൾ ജ്യൂസ് നിങ്ങൾ കുടിക്കുന്നു, അല്ലെങ്കിൽ മുസംബിയുടെ ജ്യൂസ് കുടിക്കുന്നു, അതും ആഹാരമാണ്. ആഹരിക്കുന്നതെല്ലാം, ഉള്ളിലേക്ക് എടുക്കുന്നതെല്ലാം ആഹാരമാണ്. വായുവും നമ്മുടെ ഉള്ളിൽ ആഹാരമാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും അറിയുന്നതും എല്ലാം ആഹാരമാണ്. ഉരുള ഉരുട്ടി കഴിക്കുന്ന മാത്രമല്ല ആഹാരം. അപ്പൊ ഖരരൂപത്തിലുള്ള ആഹാരത്തെ പോലെ തന്നെ ദ്രവരൂപത്തിലുള്ള ആഹാരവും ഉണ്ട്, അല്ലെ? ഒരു ദിവസം നമ്മൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് എങ്കിലും കുടിക്കണം എന്ന് നമ്മൾ പറയും. അതിപ്പോ വളരെ എക്സ്പെൻസീവ് ആയിരിക്കുന്നതല്ല. നമുക്ക് സാധാരണ വീട്ടിൽ പഴങ്ങൾ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? ഫ്രൂട്ട് സലാഡ് പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതും നമ്മുടെ ആഹാരത്തിൽ ആവശ്യമാണ്. പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും അന്നജവും മാംസ്യവും ഒക്കെ ഉൾപ്പെട്ട രീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം, ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ അതിൽ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്നത് നമ്മുടെ ആമാശയമാണ്. അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് രൂപപ്പെടുന്നത് കൊണ്ടിട്ടാണ് കോമൺ ആയിട്ട് ആഹാരം ദഹിക്കപ്പെടുന്നത്. അപ്പോ നമുക്ക് ആഹാരം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് നമ്മുടെ ആമാശയത്തെ പറ്റി പറയുന്നത് ഇതൊരു സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയും. ഫസ്റ്റ് ബ്രെയിൻ നമുക്കുണ്ട്, നമ്മുടെ തല അല്ലെ? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, മെഡുല്ല ഒബ്ലോംഗട്ട, മറ്റ് സൂക്ഷ്മ നാഡീ സംവിധാനങ്ങളൊക്കെ ഉൾപ്പെട്ട ഒന്നാണ് നമ്മളുടെ തല എന്ന് പറയുന്നത്. നമ്മുടെ തലയാണ് മെയിൻ സംഗതി. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഇതിനെ മുട്ടാതെ പൊട്ടാതെ വലിയൊരു തലയോട് തന്ന് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ തലച്ചോറിനെയും അവയവങ്ങളെയും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക, ഇല്ലേ? എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അധികം പൊട്ടാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്രപഞ്ച ശക്തി, മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ പറയുന്ന തലയിലെ പ്രധാന അവയവങ്ങൾ, പ്രധാന ഘടകങ്ങൾ, ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് പിന്നിൽ നമ്മൾ കഴിക്കുന്ന ആഹാരമുണ്ട്. നമ്മളുടെ ശരിക്കും 3 വ്യവസ്ഥകളെ പറ്റി പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കേന്ദ്ര നാഡീ വ്യവസ്ഥ, നമ്മളുടെ ബ്രെയിൻ, നാഡീ സംവിധാനങ്ങൾ, ഇതെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മളുടെ ബോഡി പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നു. ശ്വസനേന്ദ്രിയ വ്യവസ്ഥ, ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുന്നു. എടുക്കുന്നതിലൂടെ ഓക്സിജനെ സ്വീകരിക്കുന്നു, പുറത്തേക്ക് വിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളഞ്ഞ് ശരീരം ശുദ്ധീകരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെയും ജലത്തെയും ഒക്കെ നമ്മുടെ അതിലെ പോഷകങ്ങളൊക്കെ ശരീരം സ്വീകരിക്കുന്നതിന് പിന്നിൽ ജീവവായുവായ ഓക്സിജന്റെ കൂടി സഹായമുണ്ട് എന്ന് നമുക്കറിയാം. മറ്റൊന്നാണ് നമ്മളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന് പറയും. അപ്പോ കേന്ദ്ര നാഡീ വ്യവസ്ഥയുണ്ട്, ശ്വസനേന്ദ്രിയ വ്യവസ്ഥയുണ്ട്, ദഹനേന്ദ്രിയ വ്യവസ്ഥയുണ്ട്. അപ്പൊ നമ്മളുടെ ആമാശയം എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ ആണെന്നാണ് അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുക. അതിന് വളരെ ഇന്റലിജന്റ് ആണ്. നിങ്ങൾ പൊറോട്ട ഇട്ട് കൊടുത്താൽ പൊറോട്ടയെ ദഹിപ്പിക്കാൻ ആവശ്യമായ ദഹനരസം ആമാശയം ഉണ്ടാക്കും. നിങ്ങൾ എന്തിട്ട് കൊടുത്താലും അവിടെ നമുക്ക് ഈ അരകല്ലൊന്നും പ്രത്യേകിച്ചും ആമാശയത്തിൽ ഇല്ല. നമ്മൾ യോഗയുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ അനാറ്റമി, നമ്മൾ മനുഷ്യ ശരീര ശാസ്ത്രത്തെ പറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് എന്റെ ശരീരം എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, ആഹാരം കഴിക്കാനുള്ള ഒരു പ്രേരണ വരുന്നത് നമ്മുടെ ഉള്ളിൽ ദഹനരസം, ഒരു ഉച്ചയൊക്കെ ആകുന്ന സമയത്ത്, അതാണ് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ബോഡി പറയും, അല്ലെ? ആമാശയം ബ്രെയിനിന് നിർദ്ദേശം കൊടുക്കാൻ തുടങ്ങും, നമുക്ക് വിശക്കണുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള
ആദ്യത്തെ ദഹനരസ ഉൽപാദനം നമുക്ക് നടക്കും. അപ്പോഴാണ് ആഹാരം കഴിക്കണം എന്നുള്ള ഒരു ചോദന നമുക്ക് ഉണ്ടാകും. നമ്മൾ ആഹാരം കഴിക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടാണ് ഇതിനെ ദഹിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഒരു ആസിഡ് ആണ് ഇതെന്ന് പറയും. അപ്പൊ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? ആ ആസിഡിന്റെ പ്രവർത്തനങ്ങൾ ഒരു ആൽക്കലി പോലെയാകും. അത് ന്യൂട്രലൈസ് ചെയ്യും എന്ന് പറയും. ആസിഡും ആൽക്കലിയും ചേർന്നാൽ വെള്ളമാണെന്ന് നമുക്കറിയാം, സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദഹനരസം ശരിയായിട്ട് പ്രവർത്തിക്കില്ല എന്ന് പറയും. ഓക്കെ, ഇനി ആഹാരത്തിന് ശേഷം ഉടനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലോ? അപ്പോഴും ഈ പ്രശ്നമുണ്ട്. ദഹനരസത്തിന്റെ ഇതുകൊണ്ടിട്ടാണ് ആഹാരം ദഹിക്കുന്നത്. ഇനി ആഹാരത്തിന് ഇടയ്ക്ക് ശരിക്കും പറയുന്നത്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് നമുക്ക് വെള്ളം വേണമെന്ന ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ, ഇറങ്ങിപ്പോകുന്നില്ല. അപ്പൊ ചെറിയ രീതിയിൽ സിപ്പ് ചെയ്ത് കൊടുക്കാം എന്നാണ് പറയാ. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ചെറുതായിട്ട് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കണം. ഞാൻ പറഞ്ഞത് ഖരാഹാരങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഒരുപാട് വെള്ളം കുടിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹനരസത്തിന് ഇഷ്യൂസ് ഉണ്ടാകും. നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞത് അതിന്റെ ലോജിക്കാണ്. ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ആഹാരം ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കാം. ആഹാരം പൂർണ്ണമായും കഴിച്ചു കഴിഞ്ഞ് അപ്പോഴും ദഹന പ്രക്രിയ നടക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ദഹന പ്രക്രിയക്ക് പിന്നിൽ നമ്മൾ പറയുന്ന ഈ ഒരു ആസിഡാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലോ? കത്തുന്ന തീയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്ത് പറ്റും? തീ കെട്ടുപോകും. അപ്പോ ഇത് ലോജിക്കലി ചിന്തിക്കുക. ആ സമയത്ത് ഒരുപാട് വെള്ളം കുടിച്ചാൽ, ഒരുപാട് വെള്ളം കുടിക്കരുതെന്നല്ല പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. വെള്ളം കുടിക്കരുതെന്നല്ല പറയുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് പ്രക്രിയ. അപ്പൊ അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇറങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള വാദങ്ങളുണ്ട്. നിങ്ങളുടെ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിനെപ്പറ്റി നമ്മൾ പഠിക്കുക എന്ന് പറയും. അപ്പോൾ ഖരാഹാരവും ദ്രവ രൂപത്തിലുള്ള ആഹാരമുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പോഷകങ്ങളാണ് നമ്മൾ സ്വീകരിക്കുക. ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം. ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ, മൂത്രത്തിലൂടെയുള്ളൊരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നു. ദഹിച്ച ആഹാരത്തെ മലമായി, അതിന്റെ വേസ്റ്റ് മലമായി കളയുന്നു. ദഹിച്ച ആഹാരത്തിൽ നിന്ന് പോഷകങ്ങൾ ശരീരം സ്വീകരിച്ച് വേസ്റ്റിനെ മലമായിട്ട് കളയുന്നു. മൂത്ര രൂപത്തിൽ, അല്ലെ, യൂറിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൂത്ര രൂപത്തിൽ നമ്മൾ പുറത്തേക്ക് കളയുന്നു. അത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പൊ അതിനൊക്കെ ജലം നമുക്ക് ആവശ്യമാണ്. വിയർപ്പ് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നന്നായിട്ട് വിയർത്തില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. വിയർപ്പിലൂടെയാണ് ഓരോ ശരീര കോശങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ശുദ്ധീകരണം നടക്കുക. അപ്പൊ ഇന്ന് പല മനുഷ്യർക്കും വിയർക്കാത്തവരാണ്. കാരണം ഒന്ന്, ശാരീരികമായ അധ്വാനമോ വ്യായാമമോ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ വിയർപ്പ് ഗ്രന്ഥികളും പോലും അടഞ്ഞിരിക്കുകയാണ്. അത് പിന്നീട് രോഗങ്ങൾക്ക് കാരണമാകാറ്. യോഗയൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് വിയർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സൂര്യ നമസ്കാരമൊക്കെ ഒരു 12 റൗണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഗത്യാത്മക യോഗാസനങ്ങൾ, ഗതി രീതിയിൽ, ചലന രീതിയിലുള്ള യോഗാസനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വിയർപ്പ് കറക്റ്റ് ആവും. ഇതെല്ലാം ഈ വിസർജന പ്രക്രിയകളെല്ലാം കറക്റ്റ് ആവും. ഇപ്പൊ മലബന്ധമുള്ളവര്, മലബന്ധം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിഷയമാണ് ഇന്ന് പലപ്പോഴും. ഒരുപാട് സമയം ബാത്റൂമിൽ പോയിരിക്കുക, പക്ഷെ മലം നമ്മളുടെ ഉള്ളിൽ നിന്ന് വിസർജിക്കുന്നില്ല. അതിനും കാരണമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ വിഷയം, വെള്ളം കുടിക്കാത്തത് കൊണ്ടുള്ള വിഷയം, ചില മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന്റെ ജലാംശം കുറയും. അപ്പൊ അതുകൊണ്ട് വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ശരിയായ മലശോധന നടന്നില്ലെങ്കിൽ അത് പൈൽസ്, മറ്റ് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. ഉള്ളിൽ ദുഷിക്കുന്ന മലം രോഗങ്ങളായിട്ട് പരിണമിക്കുമെന്ന് പറയും. അപ്പൊ യോഗയൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ശുദ്ധീകരണ പ്രക്രിയ, അതായത് മലവിസർജനം ശരിയായ രീതിയിൽ നടക്കും, മൂത്രവിസർജനം ശരിയായ രീതിയിൽ നടക്കും, ശരീരത്തിന്റെ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ അഴുക്കിനെ പുറന്തള്ളുന്ന പ്രവർത്തനം ശരിയായിട്ട് നടക്കും. ഒപ്പം ഉച്ഛ്വാസവായു, നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലൂടെയുള്ള ആ ശുദ്ധീകരണവും നടക്കും. അങ്ങനെ ശരീരം വളരെ വേഗത്തിൽ ശുദ്ധീകരിക്കാനായിട്ട് യോഗയിലെ എല്ലാ പരിശീലനങ്ങളും, യോഗ വ്യായാമങ്ങളാവട്ടെ, സൂര്യ നമസ്കാരമാകട്ടെ, യോഗാസനങ്ങളാകട്ടെ, പ്രാണായാമമാകട്ടെ, ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ്. ഈ ശുദ്ധീകരണ ക്രിയ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് കൂടിയുണ്ട് ഇതിൽ. ഷക്രിയകൾ എന്ന് പറയും. നേതി, നൗളി, ധൗതി, ഭസ്തി, കപാലഭാതി, ത്രാടകം എന്ന് വിളിക്കുന്ന ക്രിയകളുണ്ട്. നമുക്ക് അതിനെപ്പറ്റി വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മൾ യോഗ വ്യായാമം എന്നൊരു വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി അനുബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ശരീരം ആരോഗ്യപൂർവ്വം നിലനിൽക്കണമെങ്കിൽ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അതിലൊന്നാണ് ശരിയായ ആഹാരം എന്ന് നമ്മൾ പറഞ്ഞു. ഖരരൂപത്തിലും ദ്രവരൂപത്തിലുമുള്ള ആഹാരത്തെ പറ്റി പറഞ്ഞു. പോഷക സമൃദ്ധവും ഹിതവും മിതവും ആയ ആഹാരം കഴിക്കണം. നിങ്ങളുടെ ശാരീരിക സ്ഥിതി, നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ രോഗാവസ്ഥ പരിഗണിച്ചിട്ടുള്ള ആഹാര രീതികൾ വേണം. രോഗാവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഷുഗർ ഉള്ള ഒരാളാണെന്നിരിക്കട്ടെ, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ
ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല. രാവിലെ ഒരുപാട് പഞ്ചസാര ഇട്ട് ചായ കുടിക്കുക, ഉച്ചയ്ക്ക് ഒരുപാട് ചോറ് കഴിക്കുക, അങ്ങനെയൊന്നും പായസം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പായസം കിട്ടുമ്പോൾ അമിതമായിട്ട് കഴിക്കുക. നമ്മൾ ഡയബറ്റിക് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിത രീതി ആഹാരത്തിലും മരുന്നിനൊപ്പം തന്നെ ആഹാരത്തിലും വരുന്നത് നമുക്കൊരു വിഷയം തന്നെയുണ്ട്. ഡയബറ്റിക് ആൻഡ് യോഗ എന്ന് പറഞ്ഞൊരു വിഷയം നമ്മൾ പിന്നീട് എടുക്കും. യോഗ തെറാപ്പിയിൽ നമ്മളത് പഠിക്കും. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പം ശരീരം ശരീരത്തിന്റെ ആരോഗ്യത്തിന് ശരിയായ ആഹാരം വേണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ് ശരിയായ ശ്വസനം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ നിരന്തരമായി ഓരോ സെക്കൻഡിലും ശരീരം ശുദ്ധീകരിക്കുന്നത് എന്തിലൂടെയാണ്? പുറത്തേക്ക് വിടുന്ന വായുവിലൂടെയാണ്, അല്ലെ? ഉച്ഛ്വാസ വായു എന്ന് നമ്മൾ പൊതുവെ ശ്വാസ ഉച്ഛ്വാസം എന്ന് പറയാറുണ്ട്. അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, ഉച്ഛ്വാസ വായു എന്ന് പറയും. അപ്പൊ പൊതുവെ നമ്മൾ മലവിസർജനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള കാര്യമല്ല, മൂത്രവിസർജനവും എപ്പോഴും ഉള്ള കാര്യമല്ല, വിയർക്കുന്നതും എപ്പോഴും അങ്ങനെ നമ്മൾ വിയർക്കാറില്ല. പക്ഷെ നിരന്തരമായി ശരീരം നടത്തുന്ന ശുദ്ധീകരണ പ്രക്രിയ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലൂടെയാണ്. അപ്പൊ ശരിയായ ശ്വസനം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമ്മുടെ ഇന്നത്തെ ആധുനിക കാല ന്യൂറോളജിസ്റ്റുകളും ന്യൂറോ സയന്റിസ്റ്റുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഈ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ഊർജ്ജസ്വലമായിട്ട് നടത്തണമെങ്കിൽ ആ ബ്രെയിനിലെ ഓരോ സെല്ലുകളിലേക്കും ഓരോ കോശങ്ങളിലേക്കും പൂരിതമായ നിറഞ്ഞ ഓക്സിജന്റെ പ്രാണവായുവിന്റെ പ്രവാഹം ഉണ്ടാകണം എന്ന് പറയും. നമ്മളുടെ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ബ്രീത്തിങ് ആണ്. ഒരു 12 മുതൽ 15, 18 തവണ വരെയാണ് നോർമലി ഒരു മിനിറ്റിലുള്ള മനുഷ്യന്റെ ഉച്ഛ്വാസഗതി എന്ന് പറയും. അപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ ഒക്കെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഊർജ്ജം ഓക്സിജൻ കൂടിയാണ്, ജീവവായുവായ ഓക്സിജൻ കൂടിയാണ്. അപ്പൊ അതിന്റെ അഭാവം അല്ലെങ്കിൽ ആവശ്യത്തിന് നമുക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഓക്സിജന്റെ അഭാവം കൊണ്ടുള്ള, ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ടിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാകും. ചില ന്യൂറോ സംബന്ധമായിട്ട് വിഷയങ്ങളുടെ പ്രശ്നങ്ങൾ, ചില മാനസിക പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ ഈ ശ്വസന പ്രക്രിയ ശരിയാകാത്തതാണ്. ശരിയായി ശ്വസിച്ചാലാണ് ശരിയായ ആരോഗ്യം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ആഹാരം പോലെ തന്നെ ശ്വസനത്തിന് വളരെയധികം പ്രാധാന്യം ജീവിതത്തിലുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന നോർമൽ ബ്രീത്ത് അല്ല, അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് ആഴത്തിൽ ശ്വാസം എടുക്കുകയും ആഴത്തിൽ ശ്വാസം വിടുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന 3 പ്രധാന സിസ്റ്റം, നമ്മളുടെ കേന്ദ്രനാഡീ വ്യവസ്ഥ, നമ്മളുടെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥ, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, ജീവൻ നിലനിർത്തുന്ന അനേകം വ്യവസ്ഥകളിലെ 3 പ്രധാന വ്യവസ്ഥകൾ ഊർജ്ജസ്വലമാകണമെങ്കിൽ ശരിയായ ശ്വസനം വേണം. നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ന്യൂറോ സംവിധാനങ്ങൾ, ബ്രെയിനിന്റെ പല പ്രവർത്തനങ്ങൾ, ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങൾ, ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ, ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് പിന്നിൽ ഇതിനൊക്കെ ആവശ്യമായ എനർജി എന്ന് പറയുന്നത് ജീവവായുവായ ഓക്സിജൻ കൂടിയാണ്. 3 മിനിറ്റ് നമ്മളുടെ മൂക്ക് മുത്തിപ്പിടിച്ചാൽ നമ്മളുടെ കാര്യം ക്ലോസ് ആയി, അല്ലെ? ആഹാരമില്ലെങ്കിൽ നമുക്ക് കുറച്ചുനാൾ ജീവിക്കാം, വെള്ളമില്ലാതെയും ജീവിക്കാൻ പറ്റും. പക്ഷെ ശ്വാസമില്ലാതെ 3 മിനിറ്റിനപ്പുറം സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ജീവിക്കുക പ്രയാസമാണ്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ ശരിയായി ശ്വസിക്കേണ്ടത്, ശരിയായ ആഹാരം കഴിക്കുന്നത് പോലെ നിത്യവും ശരിയായി ശ്വസിക്കണം. അതായത് ഒരു 10 മിനിറ്റെങ്കിലും ഡീപ് ബ്രീത്ത് നമ്മൾ ചെയ്യണം എന്നാണ് പറയുക. അത് യോഗയിലുണ്ട്. നമ്മൾ യോഗയിൽ പഠിക്കുന്ന ശ്വസന വ്യായാമങ്ങൾ, ഇപ്പൊ നമ്മള് യോഗാവബോധിനിയുടെ 1ാമത്തെ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച 5 ടൈപ്പ് ബ്രീത്തിങ് എക്സർസൈസ് വളരെ പവർഫുൾ ആണ്. ആ ഒരു എക്സർസൈസ് നിങ്ങളത് ചെയ്തവർക്കറിയാം, ഈ കഴിഞ്ഞ 7 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്തവർക്കറിയാം. അത് ചെയ്തു കഴിയുമ്പോൾ വല്ലാത്ത എനർജി ശരീരത്തിൽ ഉണ്ടാകും. നമ്മളുടെ നട്ടെല്ലില്, നമ്മളുടെ ശിരസില് മുഴുവൻ ഒരു എനർജി, ഒരു ശാന്തി, ഒരു സന്തോഷം നിറയുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? ഒരു ബോഡി ബ്ലിസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ശ്വസനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ. നമ്മൾ ശ്വാസം ഡീപ്പായി എടുക്കുന്നു, ഹകാരയിൽ ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലുള്ള ശ്വാസത്തെ പരിപൂർണമായും പുറത്തേക്ക് കളയാനും ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ ശക്തമാക്കാനായിട്ട് ഈ ശ്വസനക്രിയ കൊണ്ട് പറ്റും. നമുക്ക് ചെയ്തവർക്ക് അതിന്റെ ശക്തി മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിയായ ശ്വസനം ഇമ്പോർട്ടന്റ് ആണ്. ശരിയായ ശ്വസനം, എന്തിനാണ് നമ്മൾ ഈ ശ്വസനക്രിയ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത്? ഇതിന് ശേഷം ശ്വാസകോശത്തെ ഉപയോഗിച്ച് മറ്റൊരു ക്രിയ യോഗയിൽ ചെയ്യേണ്ടതുണ്ട്. അത് പ്രാണായാമം എന്ന് പറയും. യോഗയിലെ ഏറ്റവും സുപ്രധാനമായ പവർഫുൾ ആയ ഒരു മെത്തേഡാണ് പ്രാണായാമ വിദ്യ എന്ന് പറയുന്നത്. അനേക ടൈപ്പ് പ്രാണായാമങ്ങളുണ്ട്. നാഡീശുദ്ധി പ്രാണായാമം, 4 സ്റ്റെപ്പ് പ്രാണായാമം, പിന്നെ കപാലഭാതി പ്രാണായാമം, സക്രിയ, ഭസ്ത്രിക, ഉജ്ജായി, ശീതളി, ശീത്കാരി, ഭ്രാമരി, സൂര്യഭേദി, ചന്ദ്രഭേദി, അങ്ങനെ പ്ലാവിനി, മൂർച്ഛ, അങ്ങനെ ഒരുപാട് ടൈപ്പ് പ്രാണായാമങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മൂക്ക്, നമ്മളുടെ ശ്വാസനാളം, നമ്മളുടെ ശ്വാസകോശം ഉപയോഗിച്ചു കൊണ്ടിട്ടാണ്. അപ്പൊ ഈ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ചില വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പ്രാണായാമം പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് ശ്വാസകോശത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നതിൽ ഒരു കാരണം ശരിയാണ്. കാരണം
നമ്മളുടെ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്താതെ ശക്തമായ പ്രാണായാമങ്ങൾ ചെയ്തു കൂടുക. ഇപ്പൊ കപാലഭാതി, സക്രിയ, ഭസ്ത്രിക പോലെയുള്ള പ്രാണായാമങ്ങളൊക്കെ അതൊക്കെ യോഗ പ്രാണായാമത്തിലെ ടോപ്പ് പ്രാണായാമങ്ങളാണ്, പവർ കൂട്ടിയിട്ടുള്ള പ്രാണായാമങ്ങളാണ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ശ്വാസകോശത്തിന് ഒരു ശക്തി, ഒരു ക്ഷമത വരണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജിമ്മിൽ എക്സർസൈസിന് പോകുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ആദ്യം ചെന്ന വഴി വെയിറ്റ് എടുത്ത് പോക്കുന്ന ട്രെയിനിങ് ആയിരിക്കും ചെയ്യുക. അല്ല, നോർമൽ എക്സർസൈസ് ചെയ്ത് കൈക്കും കാലിനും നട്ടലിനും ശരീരത്തിനും ഒക്കെ ഒരു ബലം വന്നിട്ട് മാത്രമേ വെയിറ്റ് ട്രെയിനിങ് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ജിമ്മിൽ പോയാലും അപകടകരമാണ്. ഇത് തന്നെ യോഗ പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞു, ശീർഷാസനം എന്ന് പറയുന്നത് യോഗാസനങ്ങളുടെ ചക്രവർത്തിയാണ് ശീർഷാസനം എന്ന് കരുതി ബാക്കി യോഗ ചെയ്യാൻ സമയമില്ല, ചക്രവർത്തി അങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഭിത്തിയിൽ കാലും വെച്ച് തലയും കുത്തി നിന്നാൽ ഒന്നല്ലെങ്കിൽ സെറിബ്രൽ ഹെമറേജോ ത്രോംബോസിസോ ഒക്കെ സംഭവിക്കാം. എന്ന് വെച്ചാൽ തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് പൊട്ടലുണ്ടാകാം. നമുക്ക് പക്ഷാഘാതം പോലെയുള്ള പല, സ്ട്രോക്ക് പോലെയുള്ള പല ഇഷ്യൂസിൻ അതുകൊണ്ടുണ്ടാകാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, അമിതമായാൽ അമൃതം വിഷമാണെന്ന് പറയുന്ന പോലെ യോഗ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ശാരീരിക സ്ഥിതി, രോഗം, പ്രായം ഇതൊക്കെ പരിഗണിച്ചിട്ട് സയന്റിഫിക്കലി ചെയ്യണം, ശാസ്ത്രീയമായി ചെയ്യണം. അതുകൊണ്ടാണ് യോഗ നിങ്ങളൊരു ബുക്ക് എടുത്തു വെച്ച് വായിച്ച് സ്വയം പഠിക്കരുത്. പഠിച്ചൊരു ലെവൽ ആയി കഴിഞ്ഞാൽ ബുക്ക് വായിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു വെറുതെ യൂട്യൂബിൽ ആരെങ്കിലും ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എടുത്തിട്ട് നമ്മൾ ശീർഷാസനം പഠിച്ചു തുടങ്ങാൻ പറഞ്ഞ് ഒരു എക്സർസൈസും ചെയ്യാത്ത ഒരു മനുഷ്യൻ, അയാൾക്ക് പ്രഷറും ഉണ്ടെന്നിരിക്കട്ടെ, അയാൾ രാവിലെ തലകുത്തി നിന്ന് കഴിഞ്ഞാലോ ഈ പറഞ്ഞ പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ശാസ്ത്രീയമായി എന്തും പഠിക്കണം. നമ്മൾ ആദ്യം തന്നെ ചെറുപ്പത്തിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ ABCD ഒക്കെ പഠിച്ചിട്ടല്ലേ പിന്നെ ഖണ്ഡികകൾ എഴുതാനും വായിക്കാനും ബുക്ക് വായിക്കാനും ഒക്കെ പഠിച്ചത്. ഇപ്പൊ യോഗ പഠിക്കുമ്പോഴും അങ്ങനെയാണ്. ശീർഷാസനമൊക്കെ ഏറ്റവും ടോപ്പ് ലെവലിൽ ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നതിനും പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ യോഗ ചെയ്താൽ അപകടം സംഭവിക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ചില പ്രാണായാമങ്ങളൊക്കെ ചിലർ ചെയ്യുമ്പോൾ ഈ ശ്വാസകോശത്തിന് സമ്മർദ്ദം വരാറുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമുള്ള ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാത്തത് കൊണ്ടാണ്, ഇനിഷ്യൽ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് യോഗാബോധിനി ആദ്യം എന്താ പഠിപ്പിച്ചത്? ബ്രീത്തിങ് എക്സർസൈസ് ആണ് പഠിപ്പിക്കുക. അത് കൃത്യമായി നിങ്ങളൊരു 2 ആഴ്ചക്കാലം നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും. 4.5 ലിറ്റർ ശ്വാസത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി മനുഷ്യന്റെ ശ്വാസകോശത്തിനുണ്ട്. പക്ഷെ നമ്മൾ 1 മിനിറ്റിലെ 12, 15, 18 റേഷ്യോ കൊണ്ടൊന്നും ഈ ശ്വാസകോശത്തിന്റെ അറകൾക്കൊന്നും പൂർണ്ണമായും അത് ഫില്ലാകുന്നില്ല. അത്രത്തോളം ഒരു പോരായ്മ, ഡെഫിഷ്യൻസി നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഓക്സിജന്റെ. അത് പല വിഷയങ്ങൾക്കും, നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ മനഃശാസ്ത്രപരമായ വിഷയങ്ങൾക്കും ശരിയായ ശ്വസനമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ശ്വാസവും നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, നിങ്ങളുടെ ശ്വാസം എങ്ങനെയായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിരിക്കും. സങ്കടം വരുന്നു, ശ്വാസഗതി എങ്ങനെയായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിരിക്കും, അല്ലെ? നമ്മൾ നെഗറ്റീവായ വികാര വിക്ഷോഭങ്ങൾക്ക് വശംവദരാകുമ്പോൾ, ദേഷ്യമാകട്ടെ, സങ്കടമാകട്ടെ, അമിതമായ ക്രോധമാകട്ടെ, ഈ ക്രമരഹിതവും എന്ന് വെച്ചാൽ നീളം കറക്റ്റ് ആകാത്ത, ക്രമരഹിതവും വേഗത്തിലുമുള്ള ഉച്ഛ്വാസഗതി നിങ്ങൾക്ക് ഉണ്ടാകും, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ദേഷ്യം വരുമ്പോൾ. ഇനി നിങ്ങൾ ശാന്താവസ്ഥയിലാണെങ്കിലോ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് വളരെയധികം കളിചിരികൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നു, നിങ്ങളുടെ ബ്രീത്ത് എങ്ങനെയായിരിക്കും? ശാന്താവസ്ഥയിൽ ബ്രീത്ത് വളരെ ആഴത്തിലുള്ളതും ശാന്തമായതുമായ ബ്രീത്ത് ആയിരിക്കും. അപ്പോൾ ദേഷ്യം, ക്രോധം, സങ്കടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ബ്രീത്ത് ഫാസ്റ്റ് ആകുന്നു, മനസ്സ് അതിനനുസരിച്ച് ആകുലതകളിലേക്ക് പോകുന്നു. ബ്രീത്ത് ശാന്തമാണെങ്കിൽ മനസ്സും ശാന്തമായിരിക്കും. ഇതൊരു സയൻസ് ആണ്. അതായത് ശ്വാസത്തെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാം. അപ്പൊ മനോനിയന്ത്രണത്തിനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ശാസ്ത്രീയമായി നമ്മൾ പറഞ്ഞാൽ യോഗ. പക്ഷെ പ്രാണായാമങ്ങൾ പരിശീലിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്ത് ലങ്സിന്റെ കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയണം. ആ ലങ്സിന് കപ്പാസിറ്റി ഇല്ലാതെ ഈ വലിയ പ്രാണായാമങ്ങൾ, ഈ പറഞ്ഞ പോലെ കപാലഭാതി, സക്രിയ, ഭസ്ത്രിക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒന്നല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ അവിടെ നീർക്കെട്ടുണ്ടാവുകയോ അതിന്റെ മസിൽസിന് പെയിൻ വരികയോ ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം ഇതാണെന്ന് മനസ്സിലാക്കുക. കാരണം ഓരോ മനുഷ്യന്റെയും ശാരീരിക സ്ഥിതി, ശരീരഘടന, ആന്തരിക ഗ്രന്ഥികളുടെ, നാഡികളുടെ, അവയവ സംവിധാനങ്ങളുടെ ബലം, അതിന്റെ വിന്യാസക്രിയകളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ ആദ്യം തന്നെ അതിനെ ഒന്ന് ശക്തിപ്പെടുത്തി പോയിട്ട് വേണം ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ അങ്ങനെ പറഞ്ഞ വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ശ്വസനക്രിയ പ്രാക്ടീസ് ചെയ്യുക, ഒപ്പം യോഗാസനാസ് ചിലത് പ്രാക്ടീസ് ചെയ്തിട്ട് കപാലഭാതി, സക്രിയ, ഭസ്ത്രിക പോലെയുള്ളത് ചെയ്യുക. ഒരു 3 ആഴ്ച ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് ആ ഒരു ശ്വാസകോശത്തിന്റെ പിടുത്തം മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്.
ഇതാണ് നമ്മൾ യോഗ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം പറഞ്ഞ പോലെ യോഗാസനങ്ങളുടെ ചക്രവർത്തിയാണ് ശീർഷാസനം. അത് ചെയ്താൽ എല്ലാം അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം കിട്ടുമെന്ന് കരുതി ഇന്ന് പുതുതായിട്ട് യോഗ പഠിക്കുന്ന ഒരാൾ തലകുത്തി ശീർഷാസനം ചെയ്താൽ അപകടം സംഭവിക്കും. നമ്മൾ പറഞ്ഞില്ലേ, അതോ നമ്മൾ അതിന് എന്തിനെ കൊള്ളണം എന്തിനെ തള്ളണം എന്ന ബോധത്തോടു കൂടി യോഗ പഠിക്കണം. ഇപ്പൊ നട്ടെല്ലിന് പ്രശ്നമുള്ള ഒരാൾ, ഇപ്പോ നട്ടെല്ലിന് ഡിസ്ക് കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ കശേരുക്കൾക്ക് അകൽച്ചയുണ്ട്, അങ്ങനെ നീർക്കെട്ട് വീണ് നടുവിന് വേദനയുള്ള ഒരാൾ യോഗ പഠിക്കാൻ വന്നെന്നിരിക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. നട്ടെല്ലിന് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു ആസനമാണ് പാദ ഹസ്താസനം, അല്ലെങ്കിൽ പശ്ചിമോത്താസനം ഒക്കെ വളരെ നല്ലതാണ്. അയാളെ പഠിപ്പിച്ചാലോ ആ ഡിസ്ക് ബൾജ് കൂടും, അല്ലെങ്കിൽ കശേരുക്കളുടെ അകൽച്ച, പിന്നെ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് വർദ്ധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ശരിയായി മനസ്സിലാക്കി പഠിപ്പിക്കണം. ഇപ്പൊ നമ്മൾ യോഗാഭൂഷണിയിൽ പഠിക്കുന്ന എല്ലാം സിമ്പിൾ മെത്തേഡുകളാണ്. ഹലാസനമൊന്നും ഈ കോഴ്സിലില്ല, ലളിതമായ ആസനങ്ങൾ. പക്ഷെ അത് പഠിപ്പിക്കുമ്പോൾ പോലും ഇത് ആർക്കൊക്കെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല, ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ സയന്റിഫിക്കലി പറഞ്ഞിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ അത് അങ്ങനെയാണ് ശരിയായ ശാസ്ത്രീയമായ യോഗ പഠനം എന്ന് പറയും. ശരി, നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയായ ആഹാരത്തെ പറ്റി പറഞ്ഞു, ശരിയായ ശ്വസനത്തെ പറ്റി പറഞ്ഞു. അപ്പോ യോഗയിലെ ശ്വസന വ്യായാമങ്ങള്, പിന്നീട് നമ്മൾ പഠിക്കുന്ന പ്രാണായാമങ്ങൾ നന്നായി ചെയ്തു കഴിഞ്ഞാൽ ഓക്സിജൻ, ശരിയായ ആവശ്യത്തിന് ഓക്സിജനെ നമുക്ക് സ്വീകരിക്കാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിക്കൊണ്ട് ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയും. അപ്പൊ ശരിയായ ശ്വസനം, ശരിയായ ആഹാരം പോലെ ശരിയായ ശ്വസനവും നമുക്ക് ആവശ്യമാണ്. മറ്റൊന്നാണ് ശരിയായ ഉറക്കം എന്ന് പറയുന്നത്. ഇത് വലിയൊരു വിഷയമാണ് ഇന്ന് ഉറക്കം. എനിക്ക് വരുന്ന കോളുകളിൽ ബഹുഭൂരിഭാഗം വിളിക്കുന്ന ആൾക്കാർ, അത് ചെറുപ്പക്കാർ മുതൽ വിദ്യാർത്ഥികൾ മുതൽ ഉദ്യോഗാർത്ഥികൾ, കോളേജ്, അതേപോലെ പ്രായമായവരുൾപ്പെടെ പറയുന്ന, ഞാൻ കേട്ടിട്ടുള്ളതിൽ ഒരു 70% പ്രശ്നങ്ങൾ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സാർ, എനിക്ക് ഉറക്കം ഉണ്ടാകുന്നില്ല, ഞാൻ കിടന്നാൽ ഉറങ്ങുന്നില്ല, ഈ കിടക്കുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കാണുന്നു, 8-10 മണിക്കൂർ ഉറങ്ങിയാലും, അത് വിദ്യാർത്ഥികൾ പറയുന്നതാണ്, 8-10 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തളർച്ച, ഒരു മടി, ഒരു അലസത, ക്ലാസ്സിലിരുന്ന് ഞാൻ ഉറങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഉറക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിൽ പലർക്കും ഈ വിഷയങ്ങളുണ്ട്. ചിലര് പറയുന്ന ഉറക്കത്തിലെ കൂർക്കം വിഷയെ പറ്റി ഭാര്യ പലപ്പോഴും ഭർത്താവ് രാത്രി വെറുതെ ഭയങ്കര കൂർക്കം വലിയാണ്, എനിക്ക് സാറേ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്, അങ്ങനെ ഉറക്കം ഡിസ്റ്റർബഡ് ആകാറുണ്ട്. ഇപ്പൊ പല കാരണങ്ങള് ഉറക്കക്കുറവിനുണ്ട്. നമ്മൾ അതിനെപ്പറ്റി വിശദമായി നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ നോർമലി ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഉറക്കം എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഉറക്കം? എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്? ഉറക്കം എന്ന് പറയുന്നത് ജീവജാലങ്ങളിൽ, പ്രത്യേകിച്ചും ജീവശരീരങ്ങൾ, ജീവനുള്ള ജീവികളെല്ലാം തന്നെ, അത് മനുഷ്യനാണെങ്കിലും കോഴിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും ആനയാണെങ്കിലും ഒക്കെ ഉറങ്ങും, അല്ലെ? നമ്മൾ എന്തിനാ ഉറങ്ങുന്നത്? നമ്മൾ രാവിലെ മുതൽ നമ്മൾ സൗരജീവികളാണ്. ഭൂമിയിൽ 2 ടൈപ്പ് ജീവജാലങ്ങൾ ഉണ്ടെന്ന് പറയും. ഒന്ന് സൗരജീവികളും, 2 ചാന്ദ്രജീവികളും. അതായത് സൂര്യൻ ഉയർന്നു വരുന്ന സമയത്ത്, അതായത് സൂര്യൻ ആക്റ്റീവ് ആയിരിക്കുന്ന പ്രഭാതം മുതൽ സന്ധ്യ വരെ ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ജീവജാലങ്ങളുണ്ട്. നമ്മൾ നോക്കുന്ന നമ്മളുടെ ചുറ്റുമുള്ള കാക്കയും മറ്റ് പക്ഷികളും ഒക്കെ, ഒരുപാട് പക്ഷികളൊക്കെ പൊതുവെ, കുറച്ച് പക്ഷികൾ ഒഴിച്ച് പൊതുവെ രാവിലെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെ? ആക്റ്റീവ് ആകുന്നത്. രാത്രിഞ്ചരന്മാരായിട്ടുള്ള പക്ഷികളുമുണ്ട്, വവ്വാല്, മൂങ്ങ, ഇതൊക്കെ ചാന്ദ്രജീവികളാണ്. മനുഷ്യൻ പൊതുവെ നമ്മളുടെ സിസ്റ്റം ഈ സോളാർ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്, സൂര്യനുമായിട്ട് കണക്റ്റഡ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഒരു സൗരജീവിയാണ്. നമ്മുടെ ഉള്ളിൽ ഏറ്റവും അധികം ആക്റ്റീവ് ആകുന്നത് പിങ്കള നാഡി എന്ന് നമ്മൾ പറയും, സൂര്യനാഡി എന്ന് പറയുന്നത്. അതിലേക്ക് വരാം. അപ്പം നമ്മൾ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന സമയവും സൂര്യനുള്ള സമയത്താണ്, അല്ലെ? നമ്മളുടെ ഓഫീസുകളൊക്കെ കോമൺലി, ഞാൻ പറഞ്ഞത് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, രാത്രി പ്രവർത്തനങ്ങളുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ പൊതുവെ മനുഷ്യ ശരീരത്തിന്റെ ഘടന, അതിന്റെ നാഡീ സംവിധാനങ്ങൾ, അതിന്റെ ഊർജ്ജഘടന ഒക്കെ സൂര്യനുമായിട്ട് കണക്റ്റഡ് ആണ്. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഉണരുന്നു, ആക്റ്റീവ് ആകുന്നു. സൂര്യാസ്തമയത്തോടു കൂടി നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ 4-4.5 മണിക്കൂർ കഴിയുമ്പോൾ, 6 മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നതെങ്കിൽ 7, 8, 9, 10, ഏതാണ്ട് 3.5-4 മണിക്കൂറോടുകൂടി നമ്മളുടെ സിസ്റ്റം, ആന്തരിക പ്രകൃതിക്ക് ഉറക്കം വരും. അതിന് റെസ്റ്റ് വേണം. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളുടെ തലച്ചോറും നമ്മളുടെ ഹൃദയവും നമ്മളുടെ ശ്വാസകോശവും നമ്മളുടെ ബ്രെയിനും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നിരന്തരം നമുക്കൊരു കാറുണ്ട്, നിരന്തരം റെസ്റ്റ് ചെയ്യാതെ അതിനെ ഓടിച്ചോണ്ടിരുന്നാലോ കുറച്ച് കഴിയുമ്പോൾ അതിന് കംപ്ലൈന്റ് വരും, അല്ലെ? അപ്പൊ കുറെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ നിർത്തും, അതിനെ ചില സമയത്ത് സർവീസ് കൊടുക്കും, ഓയിൽ ചേഞ്ച് ചെയ്യും. ഇതൊക്കെ ചെയ്താലാണ് ഒരു യന്ത്രം പോലും ആരോഗ്യപൂർവ്വം പ്രവർത്തിക്കുക, ശരിയായിട്ട് ദീർഘനാൾ ഉപയോഗിക്കാൻ പറ്റുക. എന്നതുപോലെ മനുഷ്യ ശരീരത്തിന് ആഹാരവും ശ്വസനവും പോലെ വേണ്ട അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഡീപ് സ്ലീപ്പ്,
വെറും ഉറക്കമല്ല, ഡീപ്പ് സ്ലീപ്പ് നമുക്ക് വേണം. പക്ഷെ ഇന്ന് മനുഷ്യരിൽ ഏതാണ്ട് ഒരു 70% ആൾക്കാർക്കും ഡീപ്പ് സ്ലീപ്പ് ഇല്ല. ഉറക്കം പലപ്പോഴും ഡിസ്റ്റർബഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഉറക്കത്തിൽ ഞെട്ടി ഉണരുക, പിന്നീട് ഉറങ്ങാൻ സാധിക്കാതെ വരിക, ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് ഊർജ്ജ വ്യയം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുക, 8-10 മണിക്കൂർ ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുക, ഓഫീസിലും മറ്റ് ജോലികളിലും പഠനമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉറക്കം തൂങ്ങുക. ഇത് ഉറക്ക പ്രശ്നങ്ങളാണ്, വലിയൊരു വിഷയമാണിത്. അപ്പം നമ്മൾ അതിനെപ്പറ്റി വിശദമായി നമുക്ക് പിന്നീട് അടുത്ത ഭാഗങ്ങളിൽ പറയാം. അപ്പൊ നമ്മൾ ഉറങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ആന്തരിക പ്രകൃതിക്കും നമ്മളുടെ മനസ്സിനും നമ്മളുടെ നാഡീ സംവിധാനങ്ങൾക്കും ഒക്കെ പൂർണ്ണമായൊരു വിശ്രമം നൽകലാണ് ഉറക്കം എന്ന് പറയുന്നത്. ഓക്കെ, ആ എങ്ങനെ ഉറങ്ങണം എന്ന് യോഗയിൽ ഒരുപാട് വിദ്യകൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ പരിഹരിക്കാനുള്ള വിവിധങ്ങളായ വിദ്യകൾ യോഗശാസ്ത്രത്തിലുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ചെയ്ത കണ്ടതും കേട്ടതും അറിഞ്ഞതും പഠിച്ചതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ ബ്രെയിനിന് കൃത്യമായിട്ട് അടുക്കി വെക്കാനും നമ്മളെ ബാഹ്യാന്തരിക അവയവങ്ങളെ റെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഉറങ്ങുന്നതെന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മനുഷ്യൻ സൗരജീവിയാണ്. നമ്മൾ രാവിലെ പണിയെടുത്ത് രാത്രി ഒരു 9:30-10:30 നമ്മൾ ഉറങ്ങണം. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കണം. രാവിലെ ഒരു 4-4:30-5 മണിക്കെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം. മിനിമം നിങ്ങൾ 10-16 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. മിനിമം 6 മണിക്കൂർ ഉറങ്ങണം. 6 to 8 മണിക്കൂർ വരെ ഉറങ്ങണം. ഇനി യോഗയിൽ അനേക ഉറക്കത്തിനെ കുറച്ച് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന അനേകം പ്രാക്ടീസുകളുണ്ട്. പ്രാരംഭിക ശവാസനം, പൂർണ്ണ ശവാസനം, ഏകഷഷ്ടി ബിന്ദുക്രിയ, ന്യാസധ്യാന വിദ്യ, ശീതളീകരണ വിദ്യ, ചക്രശ്വസന ക്രിയ, ഇങ്ങനെ യോഗയിലെ ഹയർ മെത്തേഡുകളുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. കാരണം ഉറക്കത്തിലൂടെ 7-8 മണിക്കൂർ ഉറങ്ങിയാൽ കിട്ടുന്ന ഊർജം, ശാന്തി, റെസ്റ്റ്, ഈ ഒരു ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഉറക്കത്തിന്റെ ആ നീളം, അതിന്റെ നീളം കുറച്ച് അതിന്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് യോഗയിൽ പറ്റും. അല്ലാതെ നോർമലി 10-16 മണിക്കൂർ ജോലി ചെയ്യുന്ന മനുഷ്യൻ 6-8 മണിക്കൂർ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം. ഉറക്ക പ്രശ്നം ഉണ്ടെങ്കിൽ വിവിധ രോഗങ്ങൾ നമുക്ക് ഉണ്ടാകും. അല്ലെ, ഡീപ് സ്ലീപ്പ് ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. 2 ദിവസം നമ്മൾ ഉറങ്ങാതിരുന്നാലോ, പിറ്റേ ദിവസം നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകില്ല. കാരണം ബ്രെയിനിന്റെ സിസ്റ്റം തന്നെ, മനസ്സിന്റെ സിസ്റ്റം തന്നെ താളം തെറ്റും. നമുക്ക് വിശദമായ അതിനെപ്പറ്റി അടുത്ത ഘട്ടങ്ങളിൽ ഉറക്കത്തെ പറ്റിയും ഉറക്കക്കുറവിനുള്ള പരിഹാരങ്ങളെ പറ്റിയും അതിന്റെ യോഗ വീക്ഷണത്തെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ശരിയായ ആഹാരം, ശരിയായ ശ്വസനം, ശരിയായ ഉറക്കം, പിന്നെ ശരിയായ വ്യായാമം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ശരിയായ വ്യായാമത്തിലാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഗ വ്യായാമങ്ങളുടെ പ്രസക്തി. എന്താണ് ശരിയായ വ്യായാമം എന്ന് പറഞ്ഞാൽ? നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ബാഹ്യാവയവങ്ങളുണ്ട്, ആന്തരികാവയവങ്ങളുണ്ട്. അല്ലെ, പൊതുവെ ശരീരത്തിന് ബാഹ്യാവയവങ്ങളുണ്ട്, ആന്തരികാവയവങ്ങളുണ്ട്. ബാഹ്യാവയവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാവുന്ന നമ്മളുടെ കാലുകള്, നമ്മളുടെ കൈകള്, നമ്മളുടെ ശരീരഭാഗം, പുറമേ നമ്മൾ കാണുന്ന കണ്ണ്, ചെവി, മൂക്ക്, ഇതൊക്കെ ബാഹ്യാവയവങ്ങളാണ്. ഇനി ആന്തരിക അവയവങ്ങളുണ്ട്. നമ്മളുടെ ബ്രെയിന്, നമ്മളുടെ തലച്ചോറ്, നമ്മളുടെ ഹൃദയം, നമ്മളുടെ ശ്വാസകോശം, വൃക്കകള്, കരള്, പിന്നെ ആർട്ടറീസ്, വെയിൻസ്, ഗ്ലാൻസ്, ഇതൊക്കെ നമ്മളുടെ ആന്തരിക അവയവങ്ങളാണെന്ന് പറയും. അപ്പൊ ശരിയായ വ്യായാമം എന്ന് പറഞ്ഞാൽ ബാഹ്യ അവയവങ്ങളെയും ആന്തരിക അവയവങ്ങളെയും ഒരേപോലെ ഊർജ്ജസ്വലമാക്കുന്നതായിരിക്കണം ശരിയായ വ്യായാമം എന്നാണ് പറയാൻ. യോഗ അതിനെ കുറെ കൂടി ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ബാഹ്യവും ആന്തരികവുമായ അവയവ സംവിധാനങ്ങളെയും നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ പ്രാണനെയും നമ്മളുടെ ബോധത്തെയും ഊർജവത്താക്കുന്ന, ആരോഗ്യവത്താക്കുന്നതാണ് ശരിയായ വ്യായാമം എന്നാണ് യോഗയുടെ വീക്ഷണം. നമുക്ക് അതിലേക്ക് വരാം. അപ്പം വ്യായാമം ചെയ്യുന്നത് എന്തിനാ? നമ്മളുടെ ഈ ഒരു വിരൽ എടുത്താൽ തന്നെ അതിൽ എത്ര മടക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അല്ലെ, ഈ ഒരു കൈപ്പത്തി എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു കൈ എടുത്തു കഴിഞ്ഞാൽ എത്രയോ ഒരു മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊളുത്തി ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതില് എല്ലുകളുണ്ട്, അല്ലെ, മാംസമുണ്ട്, അതില് നാഡീ സംവിധാനങ്ങളുണ്ട്, നാഡീ ഞരമ്പുകളുണ്ട്, പിന്നെ നമ്മുടെ ഉള്ളിൽ രക്തമുണ്ട്. അങ്ങനെ പല ഘടകങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ, ഇതെല്ലാം കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ആരോഗ്യം നമുക്ക് ഉണ്ടാകുക. അപ്പോ ഒരു കൈ എടുത്താൽ തന്നെ എത്രയെത്ര ജോയിന്റുകളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും വ്യായാമത്തിന്റെ പ്രാധാന്യം. നമ്മൾ പല ക്ലാസ്സുകളിലും പറയാറുള്ളതാണ്. ഒരു വാതില് നമ്മളിങ്ങനെ ഒരുപാട് നാൾ അടച്ചിടുക, ഇരുമ്പ് കൊണ്ടുള്ള വിജാഗിരിയാണ് ആ വാതിലിനുള്ളത്. പക്ഷെ ആ വാതിൽ നമ്മൾ ഏറെ നാൾ തുറക്കുന്നില്ല. കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇരുമ്പിന്റെ വിജാഗിരിയിൽ തുരുമ്പ് പിടിക്കും. പിന്നെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴിലൊക്കെ, ആ സിനിമയിലൊക്കെ ഇങ്ങനെ വാതിൽ തുറക്കുന്ന പോലെ കിടക്കിടക്കിട്ട് സൗണ്ടിലൊക്കെ ആയിരിക്കും വരിക, അല്ലെ, ഹൊറർ സിനിമകളിലുള്ളത് പോലെ. അപ്പൊ അന്ന് ആലോചിച്ച് നോക്കൂ, വിജാഗിരി വാതിൽ തുറക്കാനും അടക്കാനുമായിട്ട് വെച്ചിരിക്കുന്നതാണ് എന്നതുപോലെ എത്രയോ ജോയിന്റുകൾ, എത്രയോ വിജാഗിരികൾ ഈ മനുഷ്യ ശരീരത്തിൽ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ ആഹാരം മാത്രം പോരാ, ശ്വസനം മാത്രം പോരാ,
ശരിയായ വ്യായാമവും വേണം. അതായത് ബാഹ്യാവയവങ്ങളെ നമ്മൾ നന്നായിട്ട് പ്രവർത്തിപ്പിക്കണം, ആന്തരിക അവയവങ്ങളെയും നന്നായിട്ട്. ഇത് യോഗയിൽ മാത്രമേ ഈ ആന്തരിക അവയവങ്ങളെ ക്ലബ്സ് ചെയ്യണമെങ്കിൽ യോഗശാസ്ത്രത്തിലാണ്. നമ്മൾ ഈ പറയുന്ന ജിം എക്സർസൈസ് ആണെങ്കിലും വളരെ നല്ലതാണ് ബാഹ്യാവയവങ്ങൾക്ക്. എയറോബിക്, സൂംബ ഇതുമൊക്കെ വളരെ നല്ലതാണ്. അതൊന്നും നല്ലതല്ല, അതെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. യോഗ ഇതിനേക്കാൾ ഒരുപിടി മികച്ചതാണ് എന്ന് യോഗ പഠിച്ച അല്ലെങ്കിൽ പരിശീലിക്കുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറയും. അതായത് ബാഹ്യാവയവത്തെയും ആന്തരികാവയവങ്ങളെയും മനസ്സിനെയും പ്രാണനെയും ബോധത്തെയും ഊർജ്ജമണ്ഡലത്തെയും ആരോഗ്യവത്താക്കാൻ യോഗയ്ക്ക് കഴിയും. അതിനുള്ള അനേക മെത്തേഡുകൾ, നമ്മൾ പറയുന്ന യോഗ വ്യായാമങ്ങൾ, യോഗാസനങ്ങൾ, പ്രാണായാമം, മന്ത്രജപം, ധ്യാനം, ഷക്രിയകൾ, ഇതൊക്കെ ബാഹ്യാന്തരിക അവയവങ്ങളെ, മനസ്സിനെ കറക്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ശാരീരികമായി കുറെ തടിച്ചിരുന്നിട്ടോ കൊഴുത്തിരുന്നിട്ടോ കാര്യമില്ല. മനസ്സിന് ബലമില്ലെങ്കിലോ ആത്മധൈര്യം ഇല്ലെങ്കിലോ മനസ്സെപ്പോഴും ടെൻസ്ഡ് ആണെങ്കിലോ മനസ്സ് വികാര വിക്ഷോഭങ്ങൾക്ക് എപ്പോഴും വശംവദരാവുകയാണെങ്കിലോ നല്ല തടിയും പൊക്കവും ഉയരവും ബലവും ഒക്കെ ഉണ്ട്, പക്ഷെ മനസ്സിന് ബലമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ശാരീരിക ബലം പോലെ തന്നെ മാനസികാരോഗ്യം വേണം, ബൗദ്ധികമായ സൂക്ഷ്മത വേണം, ആത്മീയാനന്ദം വേണം. ഇത് യോഗയിലൂടെ മാത്രമാണ് സാധിക്കുന്നത്. വളരെ വേഗത്തിൽ സാധിക്കുന്നത് യോഗയിലൂടെയാണ്. അപ്പോ യോഗ വ്യായാമം എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പ്രൈമറി, അടിസ്ഥാനപരമായ, പ്രാഥമികമായ ഫ്ലെക്സിബിലിറ്റി നൽകുന്നതാണ്. അതായത് നമ്മുടെ കൈകൾക്ക്, കാലുകൾക്ക്, നട്ടെല്ലിന്. യോഗ ചെയ്യുന്നത് പ്രധാനമായിട്ടും കൈകൾ ഉപയോഗിച്ച്, നമ്മളുടെ കാലുകൾ ഉപയോഗിച്ച്, നമ്മളുടെ ശരീരം നട്ടെല്ല് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതിനുള്ള സയന്റിഫിക്കായ, ശാസ്ത്രീയമായ വ്യായാമങ്ങൾ യോഗയിലുണ്ട്. അതിനെ യോഗ വ്യായാമങ്ങൾ എന്ന് പറയും. യോഗ വ്യായാമങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ കരുത്തും കഴിവും വഴക്കവും നൽകുന്നതാണ്. അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും, ആ രീതിയിൽ ചെയ്യാനുള്ള ആ ഒരു ക്ഷമത, എലിജിബിലിറ്റി, ആ ഒരു എന്താണ്, ആ ഒരു യോഗ്യത എന്നൊക്കെ നമുക്ക് പറയാം, അത് നൽകുന്നതാണ്. ഒപ്പം ബലം, അതിനൊരു പവർ കൂടി നൽകുന്നതാണ്. കരുത്ത്, കഴിവ്, വഴക്കം. കൈകൾക്ക് ബലം വേണം, കാലുകൾക്ക് ബലം വേണം, നട്ടെല്ലിന് ബലം വേണം, കഴുത്തുകൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ദൃഷ്ടി കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വേണം. എന്നിട്ടാണ് യോഗാസനവും പ്രാണായാമവും ഒക്കെ നമ്മൾ പഠിക്കേണ്ടത്. അഷ്ടാംഗയോഗം പഠിക്കുമ്പോൾ മഹർഷി പതഞ്ജലി പറഞ്ഞിട്ടുണ്ട്, യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന 8 സ്റ്റെപ്പുകളെ പറ്റിയാണ് പറയുക. അപ്പോ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഒരു മൂല്യബോധവും സദാചാര നിഷ്ഠവും ഒക്കെയാണ് യമനിയമങ്ങൾ എന്ന് പറയുക. എന്നിട്ട് ആദ്യം പഠിപ്പിക്കുന്നത് എന്താ? ആസനാസാണ്. ആസനാസിന് മുമ്പ് എന്ത് പഠിപ്പിക്കും? ആദ്യം ഈ കൈയിനെയും കാലിനെയും നട്ടലിനെയും ഒക്കെ വഴക്കണം. കാരണം വഴങ്ങാത്ത ഒരു ശരീരം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഹലാസനമോ ശീർഷാസനമോ പാദഹസ്താസനമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വഴങ്ങാത്ത ഒരു വടി വളച്ചാൽ ഒടിയുന്നത് പോലെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ യോഗ വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൈക്കും കാലിനും നട്ടലിനും കഴുത്തിനും ഒക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി, ഒരു കരുത്ത്, ബലം, ഒരു കഴിവ് ചെയ്യാനുള്ള ഒരു ക്ഷമത വന്നാൽ മാത്രമേ നമ്മൾ യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യാവൂ. അതുകൊണ്ടാണ് നമ്മളുടെ കോഴ്സിൽ യോഗാവബോധിനിയിൽ അതിനെ സയന്റിഫിക് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പ്രാക്ടിക്കലി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാദ വ്യായാമങ്ങൾ, അതായത് കാലിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യ ശരീരത്തെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് കാലുകൾ എന്ന് പറയും. നമ്മളുടെ കാലുകൾക്ക് ബലക്ഷയം ഉണ്ടായി കഴിഞ്ഞാൽ, കാലുകൾക്ക് എപ്പോഴും വേദന ഉണ്ടായി കഴിഞ്ഞാൽ, കാലിന്റെ ഉള്ളുവഴി വേദന, ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, മുട്ടിന് വേദന, ആംഗിൾസിന് വേദന, പാദത്തിന് അടിവശം കുത്തുന്നത് പോലുള്ള വേദന, കാല് വഴങ്ങുന്നില്ല, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള അനേക വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ ഇത് ദോഷകരമായിട്ട് ബാധിക്കും. ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണെന്നാണ് യോഗ പറയുന്നത്. കാശ് ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾ ഒരുപാട് പ്രശസ്തനായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും ഒക്കെ ഇല്ലെങ്കിൽ ആ ജീവിതം വേസ്റ്റ് ആണെന്ന് പറയും. എപ്പോഴും കാലുവേദന, എപ്പോഴും നടുവേദന, എപ്പോഴും ക്ഷീണം, എപ്പോഴും ദുഃഖാണെങ്കിലോ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താണെന്ന് യോഗശാസ്ത്രം നമ്മളോട് പറയുന്നു. അപ്പൊ കാലുകളുടെ ഈ പറഞ്ഞ വിഷയങ്ങൾ, കാൽപാദത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ മുട്ടിന് വരെയുള്ള ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ ടൈസ് ഉൾപ്പെടെയുള്ള ഭാഗം, കാലിന്റെ ഈ പറഞ്ഞ വിഷയങ്ങൾ, കാലിന്റെ ജോയിന്റ് പെയിന്, മസിൽ പെയിന്, ഉള്ളുവഴിയുള്ള വേദന, കുത്തുന്നത് പോലുള്ള അനുഭവം, കാലിന് വഴക്കമില്ലായ്മ, കാലിങ്ങനെ പൊക്കി സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ, ഇതിനെയൊക്കെ പരിഹരിക്കുന്ന ഒരു ഫിസിയോതെറാപ്പിയാണ്. അല്ലെ, നമ്മൾ ഇന്ന് ആധുനിക ശാസ്ത്രം, സയൻസിൽ ഫിസിയോതെറാപ്പിയെ പറ്റി പറയുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ, അലോപ്പതിയിൽ കാലൊടിഞ്ഞാലോ കൈയൊടിഞ്ഞാലോ പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയും. അതായത് ഇതാണ് നമ്മൾ ഈ ജോയിന്റുകൾക്ക് കൃത്യമായി എണ്ണയിട്ട് കൊടുക്കണം. ആദ്യം പറഞ്ഞ ഉദാഹരണം, ഇരുമ്പിന്റെ വിജാഗിരിയുള്ള വാതിൽ അടച്ചിട്ടപ്പോ, കുറെ നാൾ അടച്ചിട്ടപ്പോ തുരുമ്പ് പിടിച്ചു, തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് ലൂബ്രിക്കന്റ് ചെയ്തിട്ടാണ് തുറക്കാൻ പറ്റുന്നത്. എന്ന പോലെ ഈ ജോയിന്റുകൾക്ക്, ഈ മസിൽസിന്, ജോയിന്റ്സിന് കൃത്യമായി
വ്യായാമം ചെയ്യണം. എന്നാൽ അത് അമിതമാകാനും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ശാരീരിക സ്ഥിതിയും നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ രോഗാവസ്ഥയും ഒക്കെ പരിഗണിച്ചിട്ടുള്ള എക്സർസൈസുകൾ നിങ്ങൾ ചെയ്യണം. 80 വയസ്സായ ഒരാളാണ്, ജിമ്മിൽ പോയി ശരിയാക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണ്? ഇല്ല. പക്ഷെ അയാൾക്കും യോഗ ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന യോഗ വ്യായാമങ്ങൾ, കാലിനുള്ള വ്യായാമങ്ങളാവട്ടെ, കൈകളുടെ വ്യായാമാവട്ടെ, നട്ടെല്ലിന്റെ വ്യായാമാവട്ടെ, കഴുത്തിന്റെ വ്യായാമാവട്ടെ, ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. ആബാലവൃദ്ധം ജനങ്ങൾക്ക് ചെയ്യാം. ഏത് രോഗങ്ങളുള്ളവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ഇതൊരു 30 ദിവസം അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്താൽ, 3 ആഴ്ച മതി, 30 ദിവസം അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, 1 മാസം അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി, ശരീരത്തിന് കുറച്ചുകൂടി ആ ഒരു ലാഘവം, ഒരു നല്ലൊരു ബലം നമുക്ക് ഫീൽ ചെയ്യാം, നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ പിടുത്തം, ശരീരം ആ സ്റ്റിഫ്നെസ് ഉണ്ടാകാം. നമ്മൾ കാലിന്റെ പറഞ്ഞ പോലെ കൈയുടെ വിഷയമുണ്ട്. ഇപ്പൊ ഷോൾഡർ പെയിൻ ഉണ്ടാകാറുണ്ട്, കൈയുടെ ഉള്ളുവഴി വേദന ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ആർത്തറൈറ്റിസ്, ചില വാദസംബന്ധമായിട്ടുള്ള, ഇപ്പൊ ആമവാദം പോലെയുള്ള ചില കൂടിയിട്ടുണ്ട്. അതൊക്കെ ചിലത് പാരമ്പര്യമാണ്. അച്ഛനോ അമ്മയ്ക്കോ നമ്മളുടെ പാരമ്പര്യത്തിലോ ഒക്കെ വാദം ഉണ്ടെങ്കിൽ അത് ജനറ്റിക്കലി ജീനുകളിലൂടെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ നമുക്ക് ഈ ജോയിന്റുകളൊക്കെ ഇങ്ങനെ സ്റ്റിഫായി പോകും. കൈക്കുള്ളു വഴി വരുന്ന പല കാരണങ്ങൾ ഉണ്ടാകുന്നു. വാദം പോലെ തന്നെ പല വിഷയങ്ങൾ. അപ്പൊ ഇതിൽ കോമൺ നമുക്ക് ഇങ്ങനെ കൈ പൊക്കാൻ പറ്റാതെ വരിക, മുകളിലുള്ള ഒരു സാധനം എടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ, കൈക്ക് എപ്പോഴും വേദന, ഇതിനെയൊക്കെ മാറ്റാനായിട്ട് കരവ്യായാമങ്ങൾ എന്ന പരിശീലനമുണ്ട്. ഡെയിലി ഒരു 3 ആഴ്ച പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന് ഒരുപാട് വർഷങ്ങൾ വേണ്ട. നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യം സയന്റിഫിക് ആണോ, ഈ പറയുന്നതൊക്കെ സംഭവിക്കുമെന്ന് അറിയാനായിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ മതി. ഒരു 3 ആഴ്ച 1 മാസം കൃത്യമായി ചെയ്താൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മളുടെ ശരീരം എത്തിച്ചേരും. ശരീരത്തിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, വഴക്കം, അതിന്റെ കരുത്ത്, അതിന്റെ ബലം, അതിന്റെ ക്ഷമത, കഴിവ് ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ യോഗ വ്യായാമം എന്ന വിഭാഗത്തിൽ നമ്മൾ ഇന്ന് യോഗാവബോധനയുടെ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ സൈദ്ധാന്തിക ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, അന്ന് യോഗയെ പറ്റി ഒന്ന് ഓടിച്ചു പറഞ്ഞു, യോഗയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു, യോഗ ചെയ്യുമ്പോൾ പറ്റിയുള്ള ചില കാര്യങ്ങൾ, ശരിയായ ആഹാരവും ശരിയായ ശ്വസനവും ശരിയായ ഉറക്കവും ശരിയായ വ്യായാമവും, അതിനോട് കൂടി വരുന്ന ഒരു കാര്യമുണ്ട് ശരിയായ പ്രകൃതി ബന്ധം. അതിനെ പറ്റി നമുക്ക് അടുത്ത തവണ പറയാം. അപ്പൊ ഇത് വേണം. യോഗ വ്യായാമങ്ങളെ പറ്റി പറഞ്ഞു. നമ്മളുടെ ശരീരത്തിന്, ബാഹ്യ അവയവങ്ങൾക്ക്, കൈക്ക്, കാലിന്, നട്ടെല്ലിന്, കഴുത്തിന്, കണ്ണിന് യോഗ ചെയ്യാനുള്ള, യോഗാസനങ്ങൾ ചെയ്യുന്നതിനുള്ള കരുത്തും കഴിവും വഴക്കവും നൽകുന്ന ശാസ്ത്രീയമായ പരിശീലനങ്ങളെയാണ് യോഗ വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. അതാണ് യോഗാവബോധനയുടെ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുക. അതിലൂടെ കാലുകൾക്ക് കരുത്തുണ്ടാകും, കഴിവുണ്ടാകും, വഴക്കമുണ്ടാകും. കൈകൾക്ക്, നട്ടെല്ലിന്, കഴുത്തിന്, ഇത് ഉപയോഗിച്ചിട്ടാണ്, ഈ ഉപകരണങ്ങൾ, ഈ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യുക. യോഗ പറയുന്നത് തന്നെ സ്ഥിരം സുഖം ആസനം എന്നാണ്. സ്ഥിരമായി സുഖമായി ഇരിക്കാനുള്ള കഴിവ് വേണം. എന്നെങ്കിലേ പ്രാണായാമവും ജപവും യോഗയും മെഡിറ്റേഷനും ഒക്കെ ശരിയാവും. അപ്പൊ ഇരിക്കാനുള്ള കഴിവ് വേണമെങ്കിൽ ശരീര അവയവങ്ങൾക്ക് വഴക്കമുണ്ടാകണം. അതിന് സഹായിക്കുന്ന അടിസ്ഥാന പരിശീലനങ്ങളെ അതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് അല്പസമയത്തിനകം നമുക്ക് പഠിക്കാം. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രാക്ടീസ് അല്പസമയം കഴിയുമ്പോൾ ഗ്രൂപ്പിലിടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി? ബോറടിച്ചോ? പറയൂ, എന്തെങ്കിലും സംശയമുണ്ടോ ഈ പറഞ്ഞതിൽ? നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസിൽ, ബ്രീത്തിങ് എക്സർസൈസിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ബ്രീത്തിങ് എക്സർസൈസ് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു. ധാരാളം പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, നല്ല അനുഭവമാണ്, നല്ല ഊർജ്ജമാണ്, ഇത് ചെയ്ത് കഴിഞ്ഞ് ശാന്തി ഉണ്ടാകുന്നു, മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് അതല്ലാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ?